ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ആദിത്യ ഹൃദയം എന്ന സ്തോത്രത്തെക്കുറിച്ചാണ്. വളരെ ശക്തിയുള്ള ഒരു സ്തോത്രമാണിത്. സൂര്യഭഗവാനെയാണ് ഇത് സ്തുതിക്കുന്നത്. ശ്രീമദ് വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലാണ് ഈ സ്തോത്രം വരുന്നത്. 105-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാവണനുമായിട്ട് ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്. അതായത് രാവണനോട് പൊരുതാനായിട്ട് രാമന് ഒരു രഥം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് ദിവ്യമായ ഒരു രഥവും സാരഥിയും കൊടുത്തു. ആ രഥത്തിലേക്ക് പ്രവേശിച്ച് രാവണനോട് ഗംഭീരമായിട്ട് രാമചന്ദ്ര പ്രഭു യുദ്ധം നടത്തി. തൻ്റെ ശരപ്രയോഗങ്ങളാൽ രാവണനെ ബോധം കെടുത്തി. അങ്ങനെ ബോധം കെട്ട രാവണനെ രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സാരഥി യുദ്ധക്കളത്തിൽ നിന്നും രഥത്തെ മാറ്റി നിർത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാവണൻ ഉണർന്നു. നോക്കുമ്പോൾ യുദ്ധക്കളം വിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. സാരഥിയെ ഒരുപാട് ചീത്ത പറഞ്ഞു. സാരഥി താൻ തൻ്റെ കടമ മാത്രമാണ് നിർവഹിച്ചതെന്നും രാവണന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും ബോധിപ്പിച്ചു. രാവണൻ അത് കേട്ടപ്പോൾ സന്തോഷമായി തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് ചെല്ലാൻ ആജ്ഞാപിച്ചു. സാരഥി അതനുസരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രഥത്തെ യുദ്ധക്കളത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. അങ്ങനെ വരുന്ന രഥത്തെ കാണുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെയാണ് നമുക്ക് ഈ സ്തോത്രത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. അവിടെയുള്ള ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ആദിത്യ ഹൃദയം. തതോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ചാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. തതഃ അപ്പോൾ ആ സമയത്ത് യുദ്ധ പരിശ്രാന്തം യുദ്ധം ചെയ്ത് വളരെയധികം ക്ഷീണിതനായിരിക്കുന്ന സമരേ യുദ്ധകളത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ചിന്തയാ സ്ഥിതം ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യുദ്ധം ചെയ്യുന്ന സമയത്ത് മനസ്സ് യുദ്ധത്തിൽ മുഴുകും. അപ്പോൾ ചിന്തിക്കാനൊന്നും സമയമുണ്ടാവില്ല. ഇപ്പോൾ രാവണൻ യുദ്ധക്കളം വിട്ടിരിക്കുന്ന നേരമാണ്. കുറച്ച് സാവകാശം കിട്ടിയപ്പോൾ അദ്ദേഹം പലതും ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഉണർത്തുന്ന പോലെ രാവണന്റെ വരവ്. രാവണം ചാഗ്രതോ ദൃഷ്ട്വാ മുമ്പിൽ രാവണനെ കണ്ടു. യുദ്ധായ സമുപസ്ഥിതം യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ശ്ലോകം. തതോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ചാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. അടുത്തത് ദൈവതൈശ്ച സമാഗമ്യ ദ്രഷ്ടുമഭ്യാഗതോരണം ഉപാഗമ്യാബ്രവീദ്രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി. ദൈവതൈശ്ച സമാഗമ്യ രണം ദ്രഷ്ടും അഭ്യാഗതോ. ദേവന്മാരെല്ലാം യുദ്ധം കാണാനായിട്ട് അവിടെ കൂടിയിരിക്കുന്നുണ്ട്. ആകാശത്തിൽ സൂക്ഷ്മഭാവത്തിൽ ഇരുന്നു കൊണ്ട് അവർ യുദ്ധം കാണുകയാണ്. അവരുടെ കൂടെ യുദ്ധം കാണാനായിട്ട് സാക്ഷാത് അഗസ്ത്യ മഹർഷിയും വന്നു. അഗസ്ത്യർ അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ഉള്ളിലുള്ള ഭാവം മനസ്സിലായി. വളരെയധികം ക്ഷീണമുണ്ട്, ചിന്തയാൽ മഗ്നനാണ്. അത് മനസ്സിലാക്കിയപ്പോൾ ഉപാഗമ്യ അദ്ദേഹം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ രഥത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് അവിടെ ആവിർഭവിച്ചു. അവിടെ വന്നിട്ട് അബ്രവീത് രാമം അഗസ്ത്യൻ രാമനോട് അബ്രവീത് പറഞ്ഞു. ഭഗവാൻ ഋഷി. എങ്ങനെയുള്ള അഗസ്ത്യരാണ്? അദ്ദേഹം ഭഗയുള്ളവനാണ്. 6 ഗുണങ്ങളാണ് ഭഗ അതുള്ളവൻ. അതായത് ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ. ഈ 6 ഗുണങ്ങളും ഉള്ളവൻ ഭഗവാൻ. അങ്ങനെയുള്ളവനാണ് അഗസ്ത്യർ. അദ്ദേഹം ഋഷിയാണ്. സത്യത്തെ ദർശിച്ചിട്ടുള്ളവനാണ്. മന്ത്രത്തെ ദർശിച്ചിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള അഗസ്ത്യര് അവിടെ വന്ന് പെട്ടെന്ന് വന്നതാണ്. എന്നിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് പറഞ്ഞു. ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് തുടർന്നുള്ള ശ്ലോകത്തിൽ കേൾക്കാം. ദൈവതൈശ്ച സമാഗമ്യ ദ്രഷ്ടുമഭ്യാഗതോരണം ഉപാഗമ്യാബ്രവീദ്രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം യേന സർവാനരീൻ വത്സ സമരേ വിജയിഷ്യസി. രാമ രാമ 2 തവണ വിളിക്കുകയാണ് രാമനെ. അത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ്. കാരണം ചിന്തയിൽ മുഴുകിയിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പൊ രാമ രാമ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ അഗസ്ത്യരിലേക്ക് വരും. അത് കഴിഞ്ഞ് വിളിക്കുന്നു മഹാബാഹോ, വലിയ കൈകൾ ഉള്ളവനെ, ഒരുപാട് സാമർഥ്യമുള്ള കൈകൾ ഉള്ളവനെ, നീ വളരെ സമർത്ഥനാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ആ വീര്യം പകർന്നു കൊടുക്കുകയാണ് അഗസ്ത്യര്.
അപ്പോൾ രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം, കേൾക്കുക, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. അത് ഗുഹ്യമാണ്, രഹസ്യമാണ്, സനാതനമാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അത് ഇപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാ കാലത്തും നിനക്ക് പ്രയോജനപ്പെടും. അത്രയും രഹസ്യവും സനാതനവുമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഏന സർവാൻ അരീൻ. ഇത് കേട്ടാൽ നിനക്ക് എന്താ പ്രയോജനം? ഇത് കേട്ടാൽ സർവാൻ എല്ലാ അരീൻ ശത്രുക്കളെയും സമരേ യുദ്ധത്തിൽ വിജയിഷ്യസി, നീ ജയിക്കും. അല്ലയോ വത്സ, സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്. മകനെ പോലെയാണ് നീ എനിക്ക്. അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരികയാണ്, ശ്രദ്ധയോടുകൂടി കേൾക്കുക. യുദ്ധത്തിൽ എല്ലാ ശത്രുക്കളെയും നിനക്ക് ഇതുകൊണ്ട് ജയിക്കാൻ പറ്റും. അത്രയും ശക്തിയുള്ള ഒരു യോദ്ധാവിന് അതിനേക്കാൾ വലുതായിട്ടൊന്നും ആവശ്യമില്ല. അത്രയും ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഉപദേശിക്കാൻ പോകുന്നത്. കാരണം ഋഷി എന്ന് തുടക്കത്തിൽ വിളിച്ചു, മന്ത്രത്തെ കണ്ടിട്ടുള്ളവനാണ് അദ്ദേഹം. അതാണ് ഇവിടെ പറയുന്നത്. രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം യേന സർവാനരീൻ വത്സ സമരേ വിജയിഷ്യസി. തുടർന്ന് പറയുകയാണ്, ആദിത്യഹൃദയം പുണ്യം സർവശത്രു വിനാശനം ജയാവഹം ജപേ നിത്യം അക്ഷയ്യം പരമം ശിവം. ആദിത്യഹൃദയം, ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ മന്ത്രം, ഈ സ്തോത്രം, ഇതിൻ്റെ പേര് ആദിത്യഹൃദയം എന്നാണ്. ആദിത്യന്റെ ഹൃദയമായിട്ട് വർത്തിക്കുന്നത്, അതായത് ആദിത്യന്റെ കേന്ദ്രത്തിലുള്ള അദ്ദേഹത്തിന്റെ സത്തയെ വ്യക്തമാക്കുന്ന മന്ത്രമാണ്. അദ്ദേഹത്തിന്റെ സത്ത തന്നെ ആവാഹിച്ചെടുത്തിട്ടുള്ള മന്ത്രമാണ്. ആദിത്യൻ എന്നാൽ സാക്ഷാൽ സൂര്യഭഗവാൻ. ആദിത്യയുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് ആദിത്യൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ആ ഭഗവാന്റെ രഹസ്യത്തെ, അദ്ദേഹത്തിന്റെ ഹൃദയത്തെയാണ് ഞാൻ നിനക്ക് വ്യക്തമാക്കാൻ പോകുന്നത്. അപ്പോൾ സൂര്യന്റെ സത്ത എന്തോ അത്, സൂര്യന്റെ സത്ത എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമായ പരബ്രഹ്മം തന്നെയാണ്. ആ പരബ്രഹ്മ തത്വത്തെ ഞാൻ നിനക്ക് മന്ത്രരൂപത്തിൽ പറഞ്ഞു തരാൻ പോവുകയാണ്. ആദിത്യനെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ പറ്റാൻ സഹായിക്കുന്ന മന്ത്രമായതുകൊണ്ടും ആദിത്യ ഹൃദയ മന്ത്രമാണ്. ഹൃദയത്തിലുള്ള ആദിത്യനെ, അതായത് ബോധസ്വരൂപനായി ഓരോരുടെയും ഉള്ളിലുള്ള ആദിത്യനെ സ്തുതിക്കുന്നത് കൊണ്ടും ആദിത്യ ഹൃദയമാണ്. പുണ്യം, പുണ്യം ആണ്, പുണ്യപ്രദമാണ്, പുണ്യം തന്നെയാണ്. ഇത് വെറുതെ ജപിച്ചാൽ അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജപിക്കേണ്ടതാണ്. സർവശത്രു വിനാശനം, എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്ന മന്ത്രമാണ് ഇത്. അതുകൊണ്ട് യോദ്ധാക്കൾക്കൊക്കെ, ശത്രുക്കൾ ഉള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ്. ജയാവഹം, ജയത്തെ പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ്. ജപേ നിത്യം, അതുകൊണ്ട് ഇതിനെ നിത്യം ജപിക്കുക, നിത്യം ജപിക്കുക. അതിലൊരു സംശയവും നിനക്കുണ്ടാവാൻ പാടില്ല. കാരണം ഇത് പുണ്യപ്രദമാണ്, സർവശത്രു വിനാശനമാണ്, ജയാവഹമാണ്. അങ്ങനെയുള്ള ഈ ആദിത്യ ഹൃദയത്തെ നീ ദിവസവും ജപിക്കുക. ഞാനത് പറഞ്ഞു തരാം, അത് കേട്ടിട്ട് ദിവസവും ജപിക്കുക. അക്ഷയ്യം പരമം ശിവം, ഇത് നിനക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹം അത് അക്ഷയ്യമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. മറ്റ് പലയിടത്തു നിന്നും നിനക്ക് കിട്ടുന്ന ഗുണങ്ങൾ നശിച്ചു എന്ന് വരാം. എന്നാൽ ഈ മന്ത്രത്തിന്റെ ഉപാസനയിലൂടെ, ആദിത്യന്റെ ഉപാസനയിലൂടെ നിനക്ക് നേടാൻ പോകുന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, ലഭിക്കാൻ പോകുന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, അതൊന്നും ഒരു കാലത്തും നശിക്കുകയില്ല. നശിക്കാത്ത മന്ത്രമാണിത് എന്നും അർത്ഥമുണ്ട്. പരമം ശിവം, ഏറ്റവും മംഗളമായിട്ടുള്ളത്, പരമമായ മംഗളമായിട്ടുള്ളത് ഈ മന്ത്രം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു യോദ്ധാവായ നീ ഇത് ജപിക്കുക തന്നെ വേണം എന്നിവിടെ പറയുകയാണ്. ആദിത്യ ഹൃദയം പുണ്യം സർവശത്രു വിനാശനം ജയാവഹം ജപേ നിത്യം അക്ഷയ്യം പരമം ശിവം. തുടർന്ന് പറയുന്നു, സർവമംഗലമാംഗല്യം സർവപാപ പ്രണാശനം ചിന്താശോക പ്രശമനം ആയുർവർദ്ധനമുത്തമം. ഇത് ജപിച്ചാലുള്ള ഫലങ്ങളെ കൂടുതൽ വിസ്തരിക്കുകയാണ്. സർവമംഗലമാംഗല്യം, എല്ലാ മംഗളങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന മംഗളസ്വരൂപത്തോടു കൂടിയതാണ്. അതായത് ഇത് നീ ജപിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ള എല്ലാ മംഗളങ്ങളും സ്വാഭാവികമായും സംഭവിക്കും. അതിനായിട്ട് നീ വേറെ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സർവമംഗലമാംഗല്യം, സർവപാപ പ്രണാശനം, മംഗളമായതിനെ നൽകുക മാത്രമല്ല അമംഗളമായതിനെ ഇല്ലാതെയാക്കുക കൂടി ചെയ്യും. നീ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഇത് നശിപ്പിക്കും. മറ്റൊരു പ്രായശ്ചിത്തം ചെയ്യേണ്ട ആവശ്യം പിന്നെ നിനക്കില്ല. ഇപ്പൊ നീ ഇത് ജപിച്ചാൽ മതി, നിന്റെ എല്ലാ പാപങ്ങളും തീരും. സാക്ഷാത് അഗസ്ത്യ മഹർഷിയാണ് ഇത് പറയുന്നത്. അദ്ദേഹം സത്യവാക്കാണ്, അതുകൊണ്ട് ഇത് സത്യം തന്നെയാണ്. ചിന്താശോക പ്രശമനം, നിന്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളെയും അതിൽ നിന്നും ജനിക്കുന്ന ശോകത്തെയും ഇത് ശമിപ്പിക്കും.
അപ്പൊ ഇത് ജപിച്ചു കഴിഞ്ഞാൽ മനസ്സിന് നല്ല ശാന്തി കിട്ടും, അതുറപ്പാണ്. ആയുർവർദ്ധനമുത്തമം, ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ്, ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഈ സ്തോത്രം അഥവാ മന്ത്രം. അപ്പോൾ ആയുസ് നമുക്ക് എത്രയാണോ ആവശ്യം, ഈ ലോകത്ത് എത്രയാണോ നമുക്ക് ധാർമ്മികമായി അനുവദിച്ചിട്ടുള്ളത്, അത് പൂർണ്ണമായി നമുക്ക് ഉറപ്പുവരുത്തും. അതിനുള്ള സംരക്ഷണം ഈ മന്ത്രം നമുക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമാണ്. ഒരു മനുഷ്യന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആയുസ്സിനെ വർദ്ധിച്ചു കൊടുക്കും, അത്രയും ആയുസ് കൊടുക്കും എന്നർത്ഥവും എടുക്കാം. സർവമംഗലമാംഗല്യം സർവപാപ പ്രണാശനം ചിന്താശോക പ്രശമനം ആയുർവർദ്ധനമുത്തമം. തുടർന്ന് പറയുകയാണ്, ഇനി സൂര്യനെ വർണ്ണിക്കുകയാണ്. രശ്മിമന്തം സമുദ്യന്തം ദേവാസുര നമസ്കൃതം പൂജയസ്വ വിവസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം. മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. രശ്മിമന്തം, രശ്മി എന്നാൽ കിരണങ്ങൾ, കിരണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ ആദിത്യൻ. പ്രകാശകിരണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് രശ്മിമന്തം. സമുദ്യന്തം, ഉദിച്ചുയരുന്നവനാണ് ഭഗവാൻ. നമ്മൾ അദ്ദേഹത്തെ ദർശിക്കുന്നത് അദ്ദേഹം ഉദിച്ചു വരുന്ന സമയത്താണ്. അതുകൊണ്ട് സമുദ്യന്തം, എപ്പോഴും ഉദിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ലോകത്തെ മുഴുവൻ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നവനാണ്, ഉയരത്തിലേക്ക് ഗമിക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ വിചാരമെല്ലാം ഉയരത്തിലേക്കാണ്. അതുകൊണ്ടും സമുദ്യന്തം. ദേവാസുര നമസ്കൃതം, അത്രയും മഹാനായതുകൊണ്ട് അദ്ദേഹത്തെ ദേവന്മാരും അസുരന്മാരും നമസ്കരിക്കുന്നു. കാരണം ജീവദായകനാണ് അദ്ദേഹം. അപ്പോൾ ജീവൻ എല്ലാവർക്കും ആവശ്യമാണ്. അത് ദേവന്മാർക്കോ അസുരന്മാർക്കോ എന്ന് അതിൽ ഭേദമില്ല. അതുകൊണ്ട് ദേവന്മാരും അസുരന്മാരും ഒരുപോലെ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. അത്രയും വൈഭവത്തോടു കൂടിയവനാണ്. പൂജയസ്വ വിവസ്വന്തം, അങ്ങനെയുള്ള വിവസ്വാനെ നീ പൂജിക്കുക. ആരാണോ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നത് അവൻ വിവസ്വാൻ. അപ്പൊ നമ്മുടെ എല്ലാം ബോധസ്വരൂപത്തിൽ ഇരിക്കുന്ന സൂര്യൻ എന്ന ബിംബത്തെ ചൂണ്ടിക്കാട്ടി അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഹൃദയത്തിലുള്ള ചൈതന്യത്തെയാണ് നമ്മൾ ഇവിടെ സ്തുതിക്കുന്നത്. അതുകൊണ്ടാണ് ആദിത്യ ഹൃദയം. അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിൽ ചൈതന്യമായിട്ടിരിക്കുന്ന പൊരുളിനെ തന്നെയാണ് നമ്മൾ ഇവിടെ ആരാധിക്കുന്നത്. അതുകൊണ്ട് പൂജയസ്വ വിവസ്വന്തം ഭാസ്കരം, പ്രകാശത്തെ രചിക്കുന്നവനാണ് അദ്ദേഹം, പ്രകാശം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ധർമ്മം. അതുകൊണ്ട് ഭാസ്കരനാണ്. ഭുവനേശ്വരം, ഭുവനത്തിന് ഈശ്വരനായി ഇരിക്കുന്നവനാണ്. ഭുവനം എന്നാൽ പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ ഈശ്വരനാണ് അദ്ദേഹം. രശ്മിമന്തം സമുദ്യന്തം ദേവാസുര നമസ്കൃതം പൂജയസ്വ വിവസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം. അടുത്തത് സർവദേവാത്മകോ ഹ്യേഷ തേജസ്വി രശ്മി ഭാവന ഏഷ ദേവാസുരഗണാൻ ലോകാൻ പാതി ഗവസ്തിഭി. സർവദേവാത്മകോ ഹ്യേഷ, ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള സൂര്യഭഗവാൻ സർവദേവാത്മകോ, എല്ലാ ദേവന്മാരുടെയും ആത്മാവായി ഇരിക്കുന്നവനാണ്. നമ്മൾ ഈ ലോകത്തിൽ പല ദേവതകളെയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ദേവതകളൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെയൊക്കെ ആവശ്യം നമുക്കുണ്ടാകുമ്പോൾ അതത് ദേവതകളെ ഉപാസിച്ച് അവരുടെ അനുഗ്രഹത്തെ നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ അഗസ്ത്യര് പറയുന്നു, ആ ദേവന്മാരുടെ മുഴുവൻ ആത്മാവായിട്ട് ശോഭിക്കുന്നത് ഈ ആദിത്യനാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഉപാസിച്ചാൽ എല്ലാവരെയും ഉപാസിച്ചതിന്റെ ഫലം കിട്ടും. അതുകൊണ്ട് സർവദേവാത്മകോ ഹ്യേഷ തേജസ്വി, തേജസ്സുള്ളവനാണ് അദ്ദേഹം. രശ്മി ഭാവന, രശ്മികളെ സൃഷ്ടിക്കുന്നവനാണ്, കിരണങ്ങളെ സൃഷ്ടിക്കുന്നവനാണ്, കിരണങ്ങളെ പോഷിപ്പിക്കുന്നവനാണ് അദ്ദേഹം. ഏഷ ദേവാസുരഗണാൻ ലോകാൻ, ദേവന്മാരുടെയും അസുരന്മാരുടെയും കൂട്ടങ്ങൾ വസിക്കുന്ന ലോകങ്ങളെ പാതി രക്ഷിക്കുന്നു. എന്തിനാൽ? ഗവസ്തിഭിഹി, ഗവസ്തി എന്നാൽ കിരണങ്ങൾ. തൻ്റെ പ്രകാശകിരണങ്ങളാൽ അദ്ദേഹം ദേവലോകത്തെയും അസുരലോകത്തെയും ഒരുപോലെ സംരക്ഷിക്കുന്നു. കാരണം എല്ലാവർക്കും പ്രാണനെ നൽകുന്ന, അവരുടെ ഉള്ളിൽ ചൈതന്യമായിരിക്കുന്നത് ഈ ഭഗവാനാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലായിടത്തും ഒരുപോലെയുണ്ട്. ആരെയും അദ്ദേഹം പക്ഷപാതമായിട്ട് മാറ്റി നിർത്തുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും രക്ഷിക്കുന്നു പ്രകാശകിരണങ്ങളാൽ. ഇവിടെ ബോധമാകുന്ന പ്രകാശം എന്ന അർത്ഥമെടുക്കണം. സർവദേവാത്മകോ ഹ്യേഷ തേജസ്വി രശ്മി ഭാവന ഏഷ ദേവാസുരഗണാൻ ലോകാൻ പാതു ഗവസ്തിഭി. അടുത്തത് ഏഷ ബ്രഹ്മാ ച വിഷ്ണുശ്ച ശിവസ്കന്ദഃ പ്രജാപതി മഹേന്ദ്രോ ധനദഃ കാലോ യമഃ സോമോ ഹ്യപാംപതി. എല്ലാ ദേവന്മാരുടെയും ആത്മാവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഓരോ ദേവന്മാരുടെയും പേരെടുത്ത് പറയുകയാണ്. അവരൊക്കെയായിട്ട് ശോഭിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. കാരണം അവരുടെ ഒക്കെ ആത്മാവ് ഇദ്ദേഹമാണ്, ഈ ആദിത്യനാണ്.
അപ്പോൾ ഏഷ ബ്രഹ്മ, ഇദ്ദേഹമാകുന്നു സ്രഷ്ടാവായ ബ്രഹ്മാവ്. ആ കാര്യത്തിൽ നിനക്ക് ഒരു സംശയവും വേണ്ട. ച വിഷ്ണുശ്ച, വിഷ്ണു ഭഗവാൻ, പാലകനായ വിഷ്ണു ഭഗവാനും ഇദ്ദേഹം തന്നെയാകുന്നു. ശിവ, ശിവനും ഇദ്ദേഹം തന്നെയാകുന്നു. സ്കന്ദ, സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് ശോഭിക്കുന്ന ദേവസേനാപതിയായിട്ടിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. പ്രജാപതി, പ്രജാപതി ദക്ഷൻ തുടങ്ങിയിട്ടുള്ള പ്രജാപതികളായിട്ട് ശോഭിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. മഹേന്ദ്രോ, ഇന്ദ്രനായിട്ട് സ്വർഗലോകത്തിൽ ഇരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. ധനദ, ധനത്തെ നൽകുന്നവൻ, അതായത് കുബേരൻ, കുബേരനായിട്ടിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. കാലോ, കാലസ്വരൂപിയായിട്ടിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. യമ, എല്ലാവരെയും അവസാനത്തിൽ അവരുടെ പ്രാണനെ ഹരിക്കുന്ന യമനായിട്ട്, മൃത്യുവായിട്ടിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. ധർമ്മത്തെ പാലിക്കുന്നവനാണ് യമൻ, അതുകൊണ്ട് ധർമ്മദേവനാണ്. അങ്ങനെ ഇരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. സോമോ, സോമനായിട്ടിരിക്കുന്നത്, അതായത് ചന്ദ്രനായിട്ട് ശോഭിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഹി അപാം പതി, ജലത്തിന്റെ പതി, അതായത് വരുണദേവനായിട്ടിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇപ്പൊ കുറേ ദേവതകളുടെ പേര് പറഞ്ഞു. ഇനി തുടർന്നും കുറച്ച് ദേവതകളുടെ പേര് പറയും. ഏഷ ബ്രഹ്മ ച വിഷ്ണുശ്ച ശിവസ്കന്ദ പ്രജാപതി മഹേന്ദ്രോ ധനദ കാലോ യമഃ സോമോ ഹ്യപാംപതി. ഒരൊറ്റ ദേവന്റെ ഉപാസനയിലൂടെ എല്ലാ ദേവതകൾക്കുമുള്ള ഉപാസനയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ശക്തിയുള്ള മന്ത്രമായി ഭവിക്കുന്നത്. തുടർന്ന് പറയുന്നു, പിതരോ വസവ സാധ്യ ഹ്യശ്വിനൗ മരുതോ മനു വായുർവഹ്നി പ്രജാപ്രാണ ഋതുകർത്ത പ്രഭാകര. അദ്ദേഹം പിതൃക്കളാണ്, പിതൃഗണങ്ങൾ ഉണ്ടല്ലോ, അവരെല്ലാം അദ്ദേഹം തന്നെയാണ്. പിതൃലോകത്ത് വസിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. വസവ, വസുക്കളായിട്ടിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. വസുക്കൾ 8 പേരാണ്, 8 വസുക്കളാണ്. അനലൻ, അനിലൻ, സോമൻ, അഹസ്, ധര, ധ്രുവൻ, പ്രത്യൂഷൻ, പ്രഭാസൻ എന്നാണ് അവർക്ക് പേര്. ആ അഷ്ടവസുക്കളായിട്ടിരിക്കുന്നതും അദ്ദേഹമാണ്. അതുപോലെ സാധ്യ, സാധ്യന്മാരും ഒരു ഗണമാണ്. 12 പേരാണ് അവരുള്ളത്. അവരുടെ പേരിൽ ചില മാറ്റങ്ങൾ ചില പാഠങ്ങളിൽ കാണാം. എന്തായാലും 12 പേരുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു പ്രത്യേക ഗണമാണ്. അവരായിട്ട് ശോഭിക്കുന്നതും ആദിത്യൻ തന്നെയാണ്. ഹി അശ്വിനൗ, അശ്വിനി കുമാരന്മാർ, ദേവവൈദ്യന്മാരാണ്. വളരെ രഹസ്യമായ ഔഷധങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന, പല പ്രകാരത്തിലുള്ള രോഗങ്ങളെയും മാറ്റിത്തരാൻ കെൽപ്പുള്ളവരാണ് ദേവവൈദ്യന്മാർ. ആ അശ്വിനി കുമാരന്മാർ ഇരട്ടകളാണ്. അവരായിട്ട് ശോഭിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. മരുതഃ, 49 മരുത്തുക്കളുണ്ട്. അത് കാറ്റിന്റെ ദേവതകളാണ്. ആ മരുത്തുക്കളായിട്ട് ശോഭിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. മനു, മനുഷ്യന്മാരുടെ ആദ്യത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ മനു, ആ മനുവായിട്ടിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. വായുഹു, വായുവായിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ്. വഹ്നി, അഗ്നിയായിട്ട് യാഗശാലകളിലും വീടുകളിലും ജ്വലിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. പ്രജാപ്രാണ, പ്രജകളുടെ ഉള്ളിൽ പ്രാണനായിട്ട് വസിക്കുന്നതും ഇദ്ദേഹമാണ്. പ്രജ എന്നാൽ പ്രകർഷേന ജനിച്ചിട്ടുള്ളത്, അതായത് എല്ലാ ജീവജാലങ്ങളും ആ പദത്തിൽ ഒതുങ്ങി. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണനായിട്ട് വർത്തിക്കുന്നവർ. അതുകൊണ്ടാണ് ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ ഇദ്ദേഹം ഇത്രയും പ്രിയമാകുന്നത്. കാരണം എല്ലാവരുടെയും പ്രാണനാണ്. ഋതുകർത്ത, ഋതുക്കളെ നിർമ്മിക്കുന്നത് ഇദ്ദേഹമാണ്. 6 ഋതുക്കൾ നമുക്കുണ്ട്. ആ ഋതു സംഭവിക്കുന്നത് സൂര്യന്റെ ചലനം കൊണ്ടാണ്. അതുകൊണ്ട് ഋതുവിനെ നിർമ്മിക്കുന്നത് ഇദ്ദേഹമാണ്. ആ ഋതു ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്നത്. പ്രഭാകര, പ്രഭയെ രചിക്കുന്നവനാണ്, പ്രകാശത്തെ രചിക്കുന്നവനാണ് അദ്ദേഹം. അതുകൊണ്ട് പ്രഭാകരനാണ്. പിതരോ വസവ സാധ്യ ഹ്യശ്വിനോ മരുതോ മനു വായുർവഹ്നി പ്രജാപ്രാണ ഋതുകർത്ത പ്രഭാകര. തുടർന്ന് പറയുകയാണ്, ഇപ്പൊ ദേവതാഭാവത്തിലുള്ള അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ മറ്റു നാമങ്ങളെ പറയുകയാണ്. ആ നാമത്തിലൂടെ അദ്ദേഹത്തിന്റെ മഹിമ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ആദിത്യ സവിതാ സൂര്യ ഖഗഃ പൂഷാ ഗഭസ്തിമാൻ സുവർണ സദൃശോ ഭാനുർ ഹിരണ്യരേതാ ദിവാകര. ആദിത്യ, അദിതിയുടെ മകനായിട്ടാണ് അദ്ദേഹം ആവിർഭവിച്ചത്. അതുകൊണ്ട് ആദിത്യൻ എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിച്ചു. ഏറ്റവും ആദിയിൽ ഉണ്ടായിരുന്നവനായതുകൊണ്ടും ആദിത്യനാണ് അദ്ദേഹം. സവിത, ലോകത്തെ പ്രസവിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് സവിതാവ് എന്ന് പറയുന്നത്. ലോകത്തെ പാലിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഇവിടെ എടുക്കാം. വളരെ പ്രകാശമുള്ളത് കൊണ്ട് ആ പ്രകാശത്താൽ ലോകത്തെ പാലിക്കുന്നവനാണ്. അതുകൊണ്ട് സവിതാവാണ് അദ്ദേഹം. സൂര്യ, സൂര്യസ്വരൂപത്തിൽ ശോഭിക്കുന്ന, ആകാശത്തിൽ സൂര്യനായിട്ട് ശോഭിക്കുന്നത് അദ്ദേഹമാണ്. പ്രകാശപൂരിതമായ ഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് സൂര്യനാണ്. ഖഗ, ആകാശത്തിലൂടെ ചരിക്കുന്നവനാണ് അദ്ദേഹം. അതുകൊണ്ട് ഖഗനാണ്. പൂഷ, ലോകത്തെ പോഷിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് പൂഷാവാണ്.
ലോകത്തിന് ആവശ്യമുള്ള പോഷണങ്ങൾ, ഇപ്പോൾ മനുഷ്യലോകത്തിന്റെ കാര്യം എടുത്താൽ തന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ ലഭിക്കുന്നത് സൂര്യന്റെ പ്രകാശമുള്ളത് കൊണ്ടാണ്. നമുക്ക് മഴ ലഭിക്കുന്നത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പോഷണങ്ങൾ നൽകുന്നു. നമ്മുടെ ശരീരത്തിലും പല പോഷണങ്ങളും സൂര്യൻ നേരിട്ട് നൽകുന്നു. അതുകൊണ്ട് സൂര്യൻ പൂഷാവാണ്. ഗഭസ്തിമാൻ, ഗഭസ്തി എന്നാൽ പ്രകാശകിരണങ്ങൾ, ആ കിരണങ്ങൾ ഉള്ളവൻ ഗഭസ്തിമാൻ. അപ്പൊ കിരണങ്ങളോട് കൂടിയവനാണ് അദ്ദേഹം. സുവർണ സദൃശോ, സ്വർണത്തിന് സമാനമായ നിറമാണ് അദ്ദേഹത്തിനുള്ളത്, അതുപോലെ തിളങ്ങുന്നവനാണ്. അതുകൊണ്ട് സുവർണ സദൃശോ ഭാനൂർ, പ്രകാശിക്കുന്നവനാണ്. ആകാശത്തിൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഹിരണ്യരേത, സ്വർണ സമാനമായ രേതസ്സോട് കൂടിയവൻ. ഇവിടെ രേതസ് എന്ന ശബ്ദം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രകാശ കിരണങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ പ്രകാശ കിരണങ്ങളാണ് ഭൂമിയിൽ വന്നിട്ട് സസ്യങ്ങളെയെല്ലാം മുളയ്ക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് രേതസ്സായിട്ട്, ബീജമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഹിരണ്യരേത, സ്വർണ നിറത്തിലുള്ള രേതസ്സോട് കൂടിയവനാണ് അദ്ദേഹം. ദിവാകര, പകലിനെ രചിക്കുന്നവനാണ്. അദ്ദേഹം ഉള്ളപ്പോഴാണ് പകൽ, അദ്ദേഹം ഇല്ലാത്തപ്പോൾ രാത്രി. അതുകൊണ്ട് പകലിനെ രചിക്കുന്ന ദിവാകരനാണ് അദ്ദേഹം. ആദിത്യ സവിതാ സൂര്യ ഖഗ പൂഷാ ഗഭസ്തിമാൻ സുവർണ സദൃശോ ഭാനുർ ഹിരണ്യരേത ദിവാകര. തുടർന്ന് പറയുന്നു, ഹരിദശ്വ സഹസ്രാർച്ചി സപ്തസപ്തിർമരീചിമാൻ തിമിരോന്മഥന ശംഭുസ്ത്വഷ്ടാമാർത്താണ്ഡ അംശുമാൻ. ഹരിദശ്വ, ഹരിത്ത് നിറത്തിലുള്ള അശ്വങ്ങൾ ഉള്ളവനാണ് അദ്ദേഹം. അശ്വം എന്നാൽ കുതിര. ഹരിത്ത് എന്ന ശബ്ദത്തിന് പച്ച എന്ന അർത്ഥമുണ്ട്. അപ്പൊ പച്ച നിറത്തിലുള്ള കുതിരകൾ ഉള്ളവൻ. ഭഗവാന് 7 വർണ്ണങ്ങളുണ്ട്. സൂര്യഭഗവാന്റെ പ്രകാശത്തെയാണ് നമ്മൾ മഴവില്ലായിട്ട് കാണുന്നത്. ഇപ്പൊ 7 വർണ്ണങ്ങളുണ്ട്. ആ 7 വർണ്ണങ്ങളും അദ്ദേഹത്തിന്റെ കുതിരകളാണ്. അതുകൊണ്ട് 7 കുതിരകൾ ഉള്ളവനാണെന്ന് പറയും. അപ്പൊ ആ അർത്ഥത്തിൽ അതിൽ പച്ച നിറവുമുണ്ട്. അതുകൊണ്ട് പച്ച നിറത്തിലുള്ള കുതിരയുള്ളവൻ എന്നൊരർത്ഥം. ഹരിത്ത് എന്ന ശബ്ദത്തിന് മഞ്ഞ എന്ന അർത്ഥവുമുണ്ട്. ഇപ്പൊ മഞ്ഞ നിറത്തിലുള്ള കുതിരകൾ ഉള്ളവൻ. കാരണം അദ്ദേഹത്തിന്റെ പ്രകാശമാണ്, ആ രശ്മി തന്നെയാണ് ഇവിടെ കുതിരയായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത്. അതിനൊരു മഞ്ഞ നിറമാണ്. അതുകൊണ്ട് അങ്ങനത്തെ നിറത്തിലുള്ള വാഹനം ഉള്ളവൻ, അശ്വം ഉള്ളവൻ. സഹസ്രാർച്ചി, 1000 കിരണങ്ങൾ ഉള്ളവൻ. 1000 എന്നാൽ അനന്തമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എത്ര കിരണങ്ങൾ ഉണ്ടെന്ന് എണ്ണാൻ പറ്റില്ല, അത്രയും കിരണങ്ങൾ ഉള്ളവനാണ്. സപ്തസപ്തി, 7 അശ്വങ്ങളാൽ, കുതിരകളാൽ വഹിക്കപ്പെടുന്നവൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞു, മഴവില്ലിന്റെ ഭാവം എടുക്കുമ്പോൾ 7 വർണ്ണങ്ങളുണ്ട്. ഇപ്പൊ സൂര്യരശ്മിയിൽ നിന്നാണ് ആ 7 വർണ്ണങ്ങൾ. അതുകൊണ്ട് 7 കുതിരകളാൽ സഞ്ചരിക്കുന്ന രഥത്തിലുള്ളവനാണ് സൂര്യൻ എന്ന് സങ്കല്പിക്കും. ഇനി 7 ദിവസമാണ് ഒരാഴ്ച, കാലസ്വരൂപം. ആ ആഴ്ചയെ നിർമ്മിക്കുന്നതും സൂര്യന്റെ പ്രയാണമാണ്. അതുകൊണ്ടും അദ്ദേഹം സപ്തസപ്തിയാണ്, 7 കുതിരകളോട് കൂടിയവനാണ്. മരീചിമാൻ, മരീചി എന്നാൽ പ്രകാശകിരണങ്ങളാണ്. ആ പ്രകാശകിരണങ്ങളോടൊത്തവൻ മരീചിമാൻ. തിമിരോന്മഥന, തിമിരം എന്നാൽ ഇരുട്ട്. ഇരുട്ടിനെ മഥിക്കുന്നവനാണ്, ഇല്ലാതെയാക്കുന്നവനാണ്. സ്വയം പ്രകാശ വസ്തുവായതുകൊണ്ട് അദ്ദേഹം എവിടെയുണ്ടോ അവിടെ ഇരുട്ട് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തിമിരോന്മഥന ശംഭുഹു, മംഗളത്തെ ചെയ്യുന്നവനാണ്. ലോകത്തിന് മുഴുവൻ മംഗളം ചെയ്യുന്ന ഒരേ ഒരു ഈശ്വരൻ അത് ആദിത്യ ഭഗവാനാണ്. അതുകൊണ്ട് ശംഭുവാണ്. ത്വഷ്ട, ചെറുതാക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ വലിപ്പം കൊണ്ട് മറ്റേതെല്ലാം ചെറുതായി തോന്നും. ഇപ്പൊ ഭൂമി വളരെ വലുതാണ്, പക്ഷെ സൂര്യനോട് ഉപമിച്ചാൽ ഭൂമി വളരെ ചെറുതായി പോകും. അതുകൊണ്ട് തൻ്റെ മഹിമ കൊണ്ട് മറ്റേ എല്ലാത്തിനെയും ചെറുതാക്കുന്നവനായതുകൊണ്ട് അദ്ദേഹം ത്വഷ്ടാവാണ്. അതുപോലെ ഏകവസ്തുവാണെങ്കിലും ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മഭാവത്തിൽ പലതായിട്ടിരിക്കുന്നത് കൊണ്ട്, ചെറിയ ചെറിയ ഭാഗമായിട്ടിരിക്കുന്ന പോലെ ശോഭിക്കുന്നവനായതുകൊണ്ടും അദ്ദേഹം ത്വഷ്ടാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് വന്നിരിക്കുന്നു. മാർത്താണ്ഡ, സൂര്യഭഗവാന്റെ ഒരു പേരാണ്. മൃതമായ അണ്ഡത്തിൽ നിന്നും ജനിച്ചവൻ. അതായത് വേദത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. അദിതിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നുവെന്നും 8ാമൻ മൃതമായ അണ്ഡമായിട്ടാണ് ജനിച്ചത്, ജീവനില്ലാത്തതുപോലെ ഒരു പിണ്ഡമായിട്ടാണ് ജനിച്ചതെന്ന് പറയും. ആ സമയത്ത് 7 സഹോദരങ്ങൾ, ദേവതമാരായിട്ട് ഭവിച്ച 7 സഹോദരങ്ങൾ ഈ പിണ്ഡത്തെ എടുത്തുകൊണ്ട്, ഈ മൃതമായ അണ്ഡത്തെ എടുത്തുകൊണ്ട് ഇതിൽ അനാവശ്യമായ ഭാഗങ്ങളെ ചെത്തി മിനുക്കി അതിൻ്റെ ഉള്ളിൽ നിന്നും സൂര്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഉള്ളിലുള്ള തേജസ്സിനെ പുറത്തേക്കെടുത്തു. അപ്പൊ മൃതമായ അണ്ഡത്തിൽ നിന്നും പുറത്തേക്ക് വന്നവനായതുകൊണ്ട് മാർത്താണ്ഡനായിട്ട് ഭവിച്ചു. അങ്ങനെ മുറിച്ചു കളഞ്ഞ ഭാഗങ്ങൾ ഭൂമിയിൽ വീണ് ആനകളായി എന്നൊക്കെ ഐതിഹ്യം പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് മൃതമായ അണ്ഡത്തിൽ നിന്നും ആവിർഭവിച്ചവനായതുകൊണ്ട് മാർത്താണ്ഡനാണ് അദ്ദേഹം. ഇനി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മൃതമായ അണ്ഡം എന്ന് പറയുന്നത് ഈ ശരീരമാണ്. ഇത് ജഡവസ്തുവാണ്. ഈ ജഡവസ്തുവിന്റെ ഉള്ളിൽ ചൈതന്യമായിട്ട് ശോഭിക്കുന്നവൻ മാർത്താണ്ഡൻ. അംശുമാൻ, അംശു എന്നാൽ കിരണങ്ങൾ, കിരണങ്ങളോട് കൂടിയവൻ അംശുമാൻ.
ഹരിദശ്വ സഹസ്രാർച്ചി സപ്ത സപ്തിർമരീചിമാൻ തിമിരോന്മഥന ശംഭുസ്ത്വഷ്ടാ മാർത്താണ്ഡ അംശുമാൻ. തുടർന്ന് പറയുന്നു, ഹിരണ്യഗർഭ ശിശിരസ്തപനോ ഭാസ്കരോ രവി അഗ്നിഗർഭോദിതേ പുത്ര ശംഖ ശിശിരനാശന. ഹിരണ്യഗർഭ, ഹിരണ്യഗർഭൻ എന്നുള്ളത് ബ്രഹ്മാവിന്റെ ഒരു പേരാണ്. അപ്പോൾ ബ്രഹ്മാവായിട്ട് ശോഭിക്കുന്നത് ഇദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം ഹിരണ്യഗർഭനാണ്. ഹിരണ്യം എന്നാൽ സ്വർണം, അപ്പൊ സ്വർണത്തെ ജനിപ്പിക്കുന്നത് അദ്ദേഹമാണ്, അതുകൊണ്ട് ഹിരണ്യഗർഭനാണ്. ഇവിടെ സ്വർണം എന്ന പദം കൊണ്ട് അദ്ദേഹത്തിന്റെ രശ്മികളെ എടുക്കാം. അപ്പൊ അങ്ങനത്തെ കിരണങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് കൊണ്ട് സ്വർണത്തിന്റെ ഉറവിടമായിട്ടിരിക്കുന്നവൻ അപ്പോൾ ഹിരണ്യഗർഭനാണ്. ഹിരണ്യ ശബ്ദം കൊണ്ട് മായയെ സൂചിപ്പിക്കും. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം എന്ന് പറയും. അപ്പോൾ മായ ഈ ലോകത്തെ പലതായിട്ട് കാണിച്ചുകൊണ്ട് സത്യത്തെ മറച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിന്റെ ഉറവിടം ഇദ്ദേഹമാണ്. കാരണം അതിനു പോലും സ്വയം പ്രകാശിക്കാൻ പറ്റില്ല, സൂര്യന്റെ പ്രകാശം ഏറ്റിട്ടാണ് അത് പ്രകാശിക്കുന്നത്. അപ്പൊ പലതിനെ കാണിക്കുന്നവനായതുകൊണ്ട് ഹിരണ്യഗർഭൻ. ശിശിരസ്തപനോ, ശിശിരഃ തപനഃ രണ്ടായിട്ട് എടുക്കാം. അദ്ദേഹം ലോകത്തെ തണുപ്പിക്കുന്നവനാണ്. ഇവിടെ തണുപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ചന്ദ്രനായിട്ട് ഉദിച്ചു നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ചന്ദ്രന് പ്രത്യേകിച്ച് കിരണങ്ങളൊന്നുമില്ല. സൂര്യന്റെ കിരണങ്ങളെ ഏറ്റിട്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. ആ പ്രകാശമാണ് ഭൂമിയെ തണുപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശിശിരഃ, ലോകത്തെ തണുപ്പിക്കുന്നവനാണ് അദ്ദേഹം. അദ്ദേഹം മാറി നിന്നാലും ലോകം തണുക്കും, അതുകൊണ്ടും ശിശിരഃ. തപനഃ, ലോകത്തെ തപിപ്പിക്കുന്നവനാണ്. സൂര്യനായിട്ട് ശോഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ തപിപ്പിക്കുന്നു. ചൂട് ഉള്ളവൻ എന്നർത്ഥത്തിൽ. ഭാസ്കരഃ, പ്രകാശത്തെ രചിക്കുന്നവനാണ്. രവി, രു എന്ന ധാതുവിൽ നിന്നാണ് ആ പദം, അതുകൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ രവി. അഗ്നിഗർഭോ, അഗ്നിയെ ജനിപ്പിക്കുന്നവൻ. അഗ്നി സൂര്യനിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്, അതുകൊണ്ട് അഗ്നിയെ ജനിപ്പിക്കുന്നവൻ. അഗ്നിയിൽ നിന്നും ആവിർഭവിക്കുന്നവൻ. പ്രകാശസ്വരൂപനാണല്ലോ അദ്ദേഹം. അഗ്നിയിലും പ്രകാശമുണ്ട്, ചൂടുണ്ട്, അതുകൊണ്ട് അഗ്നിയിൽ നിന്നും ആവിർഭവിക്കുന്നവൻ. അഗ്നിയുടെ ഉള്ളിൽ ശോഭിക്കുന്നവൻ, അതുകൊണ്ടും അഗ്നിഗർഭനാണ് അദ്ദേഹം. അതിഥേ പുത്ര, അതിഥിയുടെ മകനായിട്ട് ആവിർഭവിച്ചവൻ, ആദിത്യനായിട്ടിരിക്കുന്നവൻ. ശംഖ, മംഗളസ്വരൂപനായിരിക്കുന്നവൻ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവൻ, പ്രശംസിക്കപ്പെടുന്നവൻ. രണ്ടർത്ഥത്തിൽ ശംഖശബ്ദം. ശിശിരനാശന, ശിശിരത്തെ തണുപ്പിനെ ഇല്ലാതെയാക്കുന്നവൻ. തണുപ്പിനെ നൽകുന്നതും അദ്ദേഹമാണ്, ചൂടിനെ നൽകുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് തണുപ്പിനെ ഇല്ലാതെയാക്കുന്നവനും അദ്ദേഹമാണ്. ശരീരത്തിൽ ചൈതന്യം ഉള്ളത് വരെ ഇതിന് ചൂടുള്ളൂ. ആ ചൈതന്യം വിട്ടുപോയാൽ ഇത് തണുത്തു പോകും, ജഡമായി പോകും. അപ്പോൾ വിട്ടുപോകുമ്പോൾ വസ്തുക്കളെ ജഡമാക്കുന്നവൻ എന്ന അർത്ഥത്തിലും ശിശിര ശബ്ദം വന്നു. ആ ശിശിരത്തെ നശിപ്പിക്കുന്നവൻ, അപ്പൊ അകത്തേക്ക് പ്രവേശിച്ച് ആ തണുപ്പിനെ ഇല്ലാതെയാക്കി ചൂടിനെ നൽകുന്നവൻ ശിശിരനാശനൻ. ഹിരണ്യഗർഭ ശിശിരസ്തപനോ ഭാസ്കരോ രവി അഗ്നിഗർഭോദിതേ പുത്ര ശംഖ ശിശിരനാശന. തുടർന്ന് പറയുന്നു, വ്യോമനാഥസ്തമോഭേദി ഋഗ്യജുസ്സാമപാരക ഘനവൃഷ്ടിരപാം മിത്രോ വിന്ധ്യവീഥി പ്ലവംഗമ. വ്യോമനാഥ, വ്യോമം എന്നാൽ ആകാശം. ആകാശത്തിന്റെ നാഥനാണ്. അദ്ദേഹത്തെക്കാൾ പ്രകാശത്തിൽ അവിടെ ശോഭിക്കുന്ന ഒന്നുമില്ല. അദ്ദേഹം പ്രകാശിക്കാൻ തുടങ്ങിയാൽ മറ്റേതെല്ലാം മങ്ങിപ്പോകും. അതുകൊണ്ട് ആകാശത്തിന്റെ നാഥൻ അദ്ദേഹം തന്നെയാണ്. ആകാശത്തിന് ആധാരമായി നിൽക്കുന്ന സൂക്ഷ്മതത്വം അദ്ദേഹമാണ്, സദ്വസ്തുവാണ്. അതുകൊണ്ടും ആകാശത്തിന്റെ നാഥനാണ്. തമോഭേദി, തമസ്സിനെ ഭേദിക്കുന്നവനാണ്. തമസ് എന്നാൽ ഇരുട്ട്, ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നവൻ. തമസ് എന്ന ശബ്ദത്തിന് അജ്ഞാനം എന്ന അർത്ഥവുമുണ്ട്. അപ്പൊ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നവൻ, ജ്ഞാനസ്വരൂപനാണ് അദ്ദേഹം. ഋഗ്യജുസ്സാമപാരക, അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നവൻ എന്ന് പറഞ്ഞത് ഒന്നുകൂടി സമർത്ഥിക്കുന്ന പദമാണിത്. ഋഗ്വേദം, യജുർവേദം, സാമവേദത്തിന് മറുകര കണ്ടവൻ, അതായത് അത് മുഴുവൻ മനസ്സിലാക്കിയവൻ, അതിനേക്കാൾ അറിവുള്ളവൻ. അതുകൊണ്ട് ഋഗ്യജുസ്സാമപാരക, അഥവാ അതിൻ്റെ അറിവിനും അപ്പുറം നിൽക്കുന്നവൻ. അതിനു പോലും നിന്നെ വർണ്ണിക്കാൻ പറ്റുന്നില്ല, അത്രയും വലിപ്പമുള്ളവൻ, മഹിമയുള്ളവൻ, അതിനെയെല്ലാം അതിക്രമിച്ചു നിൽക്കുന്നവൻ ഋഗ്യജുസ്സാമപാരക. അതല്ലെങ്കിൽ പിന്നെ ഋക്കിനെയും യജുസിനെയും സാമത്തെയും പഠിച്ചിട്ടുള്ളവൻ എന്നർത്ഥവും എടുക്കാം. ഘനവൃഷ്ടി, മേഘമായിട്ട് ഈ ലോകത്തിന് ആവശ്യമുള്ള ജലത്തെ നൽകുന്നവൻ, വർഷിച്ചു കൊടുക്കുന്നവൻ ഘനവൃഷ്ടിയാണ് അദ്ദേഹം.
കാരണം മേഘം ഉദ്ഭവിക്കുന്നതൊക്കെ സൂര്യന്റെ താപം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് മേഘസ്വരൂപത്തിൽ മേഘമായി ഭവിച്ച് മേഘത്തെ നിർമ്മിച്ചുകൊണ്ട് വൃഷ്ടിയെ ചെയ്യുന്നവൻ അദ്ദേഹം. അപാം മിത്രോ, ജലത്തിന്റെ മിത്രനായിട്ട് ഇരിക്കുന്നവൻ. ജലത്തിന്റെ മിത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജലത്തിന് എല്ലാ സ്ഥലത്തും എത്താനുള്ള അവസരം അദ്ദേഹമാണ് കൊടുക്കുന്നത്. അദ്ദേഹമാണ് കടലിൽ നിന്നും ആവിയാക്കി കൊണ്ടുവന്ന് പല സ്ഥലത്തും എത്തിക്കുന്നത്. അതുകൊണ്ട് ജലത്തിന്റെ മിത്രമായിട്ട് അദ്ദേഹം വസിക്കുന്നു. അതാണ് അപാം മിത്രോ എന്ന് പറയുന്നത്. മിത്രസ്വരൂപത്തിൽ ഇരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. എല്ലാ ഭൂതങ്ങളുടെയും മിത്രമാണ്. ജലം ഒരു ഭൂതമാണ് പഞ്ചഭൂതങ്ങളിൽ. എല്ലാ ഭൂതങ്ങളുടെയും മിത്രഭാവത്തിൽ ശോഭിക്കുന്നവൻ അദ്ദേഹമാണ്. എല്ലാവരുടെയും ഹിതകാംക്ഷിയാണ്, അതുകൊണ്ട് മിത്രനാണ്. വിന്ധ്യവീതി പ്ലവംഗമാ, വീഥി എന്നാൽ വഴി. വിന്ധ്യപർവ്വതം വഴിയിലുള്ളത് വിന്ധ്യവീതി. ആ വഴിയിലൂടെ പ്ലവംഗമ, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവൻ. സൂര്യഭഗവാൻ ഭൂമിയെ ചുറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സൂര്യഭഗവാന്റെ പാതയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ദക്ഷിണായനവും ഉത്തരായണവും നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ നടുവിൽ വരുന്ന പർവ്വതമാണ് വിന്ധ്യപർവ്വതം. അപ്പൊ ആ വിന്ധ്യപർവ്വതത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലംഘിക്കുന്നവൻ, അതിനേക്കാൾ ഉയരത്തിലുള്ളവൻ. അതുകൊണ്ട് വിന്ധ്യവീതി പ്ലവംഗമ, അത് വളരെ വേഗത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വേഗത അത്രയും അധികമാണ്. വ്യോമനാഥസ്തമോഭേദി ഋഗ്യജുസ്സാമപാരക ഘനവൃഷ്ടിരപാം മിത്രോ വിന്ധ്യവീതി പ്ലവംഗമ. തുടർന്ന് ആതപീ മണ്ഡലീ മൃത്യു പിംഗള സർവതാപന കവിർ വിശ്വോ മഹാതേജ രക്ത സർവഭവോദ്ഭവ. ആതപീ, വെയിൽ ഉള്ളവനാണ്. വെയിലിന്റെ സ്വരൂപത്തിൽ ശോഭിക്കുന്നവനാണ്. വെയിലിനാൽ നിറയപ്പെട്ടിട്ടുള്ളവനാണ് ആതപി. മണ്ഡലി, വൃത്താകാരത്തിൽ ഉള്ളവനാണ്. ഇനി ഇത് രണ്ടിനെയും ചേർത്ത് പറഞ്ഞാൽ വെയിലിന്റെ വൃത്തത്തോൽ ആവിർഭവിക്കുന്നവൻ, അതായത് വെയിലിനാൽ ചുറ്റപ്പെട്ടവൻ ആതപി മണ്ഡലി. രണ്ടായിട്ടും എടുക്കാം, ഒന്നായിട്ടും പറയാം. മൃത്യുഹു, മൃത്യുസ്വരൂപത്തിൽ ഇരിക്കുന്നത് അദ്ദേഹമാണ്. കാരണം അദ്ദേഹമാണ് കാലത്തെ സ്വാധീനിക്കുന്നത്. ഋതുക്കളെയൊക്കെ നിർമ്മിക്കുന്നത് അദ്ദേഹമാണെന്ന് പറഞ്ഞു. കാലസ്വരൂപൻ അദ്ദേഹമാണെന്ന് പറഞ്ഞു. യമൻ അദ്ദേഹമാണെന്ന് പറഞ്ഞു. അപ്പൊ കാലത്തെ നിയന്ത്രിക്കുമ്പോൾ, കാലമുള്ളത് കൊണ്ടാണല്ലോ പരിണാമം സംഭവിക്കുന്നത്. പരിണാമമുള്ളത് കൊണ്ടാണ് ആൾക്കാർക്ക് മൃത്യു ഭവിക്കുന്നത്. അതുകൊണ്ട് മൃത്യുസ്വരൂപനാണ് അദ്ദേഹം. പിങ്കള, പിങ്കള നിറത്തോടു കൂടിയവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സൂര്യഭാവം കണ്ടാൽ തന്നെ പിങ്കള വർണ്ണമാണ്. അതുകൊണ്ട് ആ ഭാവത്തിൽ ഇരിക്കുന്നവനാണ്. സർവതാപന, എല്ലാവരെയും തപിപ്പിക്കുന്നവനാണ്. സൂര്യനായിട്ടിരിക്കുന്നത് കൊണ്ട് ചൂടുകൊണ്ട് എല്ലാവരെയും തപിപ്പിക്കുന്നു. സൂക്ഷ്മമായി നോക്കിയാൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കുന്നവനാണ്. അപ്പൊ അവരെ അങ്ങനെ ദുഃഖിപ്പിക്കുന്നവനാണ് അദ്ദേഹം. ധർമ്മമൂർത്തിയാണ്. അതുകൊണ്ട് സർവതാപന. കവിഹി, അദ്ദേഹം കവിയാണ്. ക്രാന്തദർശിയാണ്. സൂക്ഷ്മമായത് കാണാൻ കഴിവുള്ളവനാണ്. നമ്മുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പ്രാപ്യമല്ലാത്തതും ദർശിക്കുന്നവനാണ്. ആ സ്വരൂപത്തിലുള്ളവനാണ്. അതുകൊണ്ട് കവിയാണ്. കവികളായിട്ട് ലോകത്തിൽ ശോഭിക്കുന്നതും അദ്ദേഹമാണെന്ന് അർത്ഥമെടുക്കാം. വിശ്വഹ, സമസ്തവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് വിശ്വരൂപനായിട്ട് ശോഭിക്കുന്നതും അദ്ദേഹം തന്നെ. മഹാതേജ, വലിയ തേജസ്സോടു കൂടിയവനാണ് സൂര്യഭഗവാൻ. രക്തഹ, വളരെയധികം സ്നേഹമുള്ളവനാണ്. ഭക്തരിൽ വളരെയധികം സ്നേഹമുള്ളവനായതുകൊണ്ട് രക്തഹ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ ഭക്തര് ഭഗവാനെ വിളിച്ചാൽ വിളി കേൾക്കും. കാരണം അത്രയും സ്നേഹം, കാരുണ്യം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. സർവഭവോദ്ഭവ, ഭവിച്ചതിനെല്ലാം ഉദ്ഭവമായിട്ടിരിക്കുന്നവൻ. ഇവിടെയുള്ളതെല്ലാം ഭവിച്ചിട്ടുള്ളതാണ്. അതെല്ലാം എവിടെ നിന്ന് ഉദ്ഭവിച്ചുവോ അത് അങ്ങാകുന്നു. അതുകൊണ്ട് സർവഭവോദ്ഭവ എന്നങ്ങയെ വിളിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉദ്ഭവമായിട്ടിരിക്കുന്നവൻ. ആതപീ മണ്ഡലീ മൃത്യു പിംഗല സർവതാപന കവിർ വിശ്വോ മഹാതേജ രക്ത സർവഭവോദ്ഭവ. തുടർന്ന് നക്ഷത്രഗ്രഹതാരാണാം അധിപോ വിശ്വഭാവന തേജസാമപി തേജസ്വി ദ്വാദശാത്മൻ നമോസ്തുതേ. നക്ഷത്രഗ്രഹതാരാണാം അധിപഃ, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും താരകങ്ങൾക്കുമൊക്കെ അധിപനായിട്ട് ഇരിക്കുന്നത് അങ്ങാണ്. സൂര്യൻ തുടങ്ങിയിട്ടുള്ള പ്രകാശവസ്തുക്കളും ദൂരെ ദൂരെ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ പ്രകാശവസ്തുക്കളും വാസ്തവത്തിൽ അതെല്ലാം സൂര്യന്മാർ തന്നെയാണ്. അപ്പൊ അതിന് രണ്ടായിട്ട് ഇവിടെ നക്ഷത്രവും താരവും ആയിട്ട് പറഞ്ഞിരിക്കുന്നു. പോരാത്തതിന് ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ, മറ്റു ഗ്രഹങ്ങൾ, മറ്റ് സൗരമണ്ഡലങ്ങളിലുള്ള ഗ്രഹങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും താരകങ്ങൾക്കും അധിപനായിട്ടിരിക്കുന്നത് അങ്ങ് തന്നെയാണ്. അവരുടെ എല്ലാം പതി അങ്ങ് തന്നെയാണ്. വിശ്വഭാവന, വിശ്വത്തെ സൃഷ്ടിക്കുന്നവനാണ് അങ്ങ്. വിശ്വം നിലനിർത്തുന്നതും അങ്ങ് തന്നെയാണ്. അതിനെ പോഷിപ്പിച്ച് നിലനിർത്തുന്നതും അങ്ങ് തന്നെ. അതുകൊണ്ടും വിശ്വഭാവന.
തേജസാമപി തേജസ്വി. തേജസ്സുള്ളവരേക്കാൾ തേജസ്സുള്ളവൻ, തേജസ്സുള്ളതിനെല്ലാം തേജസ്സായിട്ട് വർത്തിക്കുന്നവൻ, അതാണ് തേജസാമപി തേജസ്വി. അത്രയും തേജസ്സുള്ളവൻ. കാരണം ഇവിടെ എന്തെങ്കിലും തേജസ്സുള്ള വസ്തു ഉണ്ടോ, അതിൻ്റെ തേജസ് അങ്ങയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. അങ്ങയുടെ പ്രതിബിംബം മാത്രമാണ് അത്. തേജസ്സിന്റെ മൂല കാരണം അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് തേജസാമപി തേജസ്വി ദ്വാദശാത്മൻ നമോസ്തുതേ. 12 ഭാവങ്ങളിലിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ആദിത്യന്മാർക്ക് 12 ഭാവങ്ങൾ കൽപ്പിക്കാറുണ്ട്. അതായത് ഇന്ദ്രൻ, ധാതാവ്, ഭഗൻ, പൂഷാവ്, മിത്രൻ, അര്യമ, അർച്ചി, വിവസ്വാൻ, ത്വഷ്ടാവ്, സവിതാവ്, വരുണൻ, വിഷ്ണു. ഇതാണ് 12 ആദിത്യന്മാർ. ഈ ആദിത്യന്മാരായിട്ടിരിക്കുന്നത് കൊണ്ട് ദ്വാദശാത്മൻ എന്ന് വിളിച്ചിരിക്കുന്നു. ആ അങ്ങേക്ക് നമോസ്തുതേ, നമസ്കാരം ഭവിക്കട്ടെ. ഇനി 12 മാസങ്ങളായിട്ട്, 12 മാസങ്ങളെയും നിർമ്മിക്കുന്നത് സൂര്യൻ തന്നെയാണ്. അതുകൊണ്ട് 12 മാസങ്ങളായ ഒരു വർഷമായിട്ട് വർത്തിക്കുന്നതും അങ്ങാണ്. അതുകൊണ്ട് ദ്വാദശാത്മൻ. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. നക്ഷത്രഗ്രഹതാരാണാം അധിപോ വിശ്വഭാവന തേജസാമപി തേജസ്വി ദ്വാദശാത്മൻ നമോസ്തുതേ. തുടർന്ന് പറയുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമസ്കാരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമഃ പൂർവായ ഗിരയേ പശ്ചിമായാദ്രയേ നമഃ ജ്യോതിർഗണാനാം പതയേ ദിനാധിപതയേ നമഃ. നമഃ പൂർവായ ഗിരയേ, പൂർവ്വദിക്കിലുള്ള പർവ്വതമായിട്ട് വസിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പൂർവ്വദിക്കിൽ ഏറ്റവും പൂർവ്വത്തിൽ, പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്ക്, ഏറ്റവും കിഴക്കുള്ള പർവ്വതം ഉദയഗിരി എന്ന് പറയും. കാരണം അവിടെ നിന്നാണ് നമ്മൾ സൂര്യനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന പർവ്വതം എന്ന് സങ്കല്പിക്കും. അതുകൊണ്ട് ആ പർവ്വതമായിട്ടിരിക്കുന്നത് നീയാണ്, ആ നിനക്ക് നമസ്കാരം. അതുപോലെ പശ്ചിമായാദ്രയെ, പശ്ചിമത്തിലുള്ള പർവ്വതം, അതായത് പടിഞ്ഞാറുള്ള പർവ്വതം, അവിടെയാണ് അങ്ങ് അസ്തമിക്കുന്നത്. ആ ഭാവത്തിലുള്ള അങ്ങയ്ക്കും നമസ്കാരം. ജ്യോതിർഗണാനാം പതയേ, ജ്യോതിർഗണങ്ങളുടെ മുഴുവൻ പതിയായിരിക്കുന്നവൻ. പ്രകാശമുള്ള വസ്തുക്കളാണ് ജ്യോതിർഗണങ്ങൾ. അതിനെ മുഴുവൻ ഭരിക്കുന്നത് അങ്ങാണ്. കാരണം എല്ലാ പ്രകാശത്തിൻ്റെയും ഉറവിടമാണ്. സൂര്യൻ എന്ന ബിംബമായി മാത്രമല്ല, അതിൻ്റെ ഹൃദയത്തിലുള്ള ശുദ്ധമായ സത്വസ്തുവാണ് അങ്ങ്. അങ്ങയിൽ നിന്നാണ് സൂര്യനും പ്രകാശം, മറ്റുള്ളവർക്കും ഒക്കെ പ്രകാശം. അതുകൊണ്ട് ജ്യോതിർഗണാനാം പതിയാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ദിനാധിപതയേ നമഃ. ദിനത്തിൻ്റെ, അതായത് പകലിൻ്റെ അധിപതിയായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങാണ് ദിനത്തെ രചിക്കുന്നത്. അങ്ങ് ഉദ്ഭവിച്ചാൽ, അങ്ങ് ഉദിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് പകലുള്ളൂ. അതുകൊണ്ട് ദിനാധിപതയേ നമഃ. അറിവിൻ്റെ പകൽ എന്ന അർത്ഥവും എടുക്കാം. അപ്പൊ അറിവായിട്ട് ശോഭിക്കുന്നത്, അറിവിനെ ഭരിക്കുന്നവൻ ദിനാധിപതി. നമഃ പൂർവായ ഗിരയേ പശ്ചിമായാദ്രയേ നമഃ ജ്യോതിർഗണാനാം പതയേ ദിനാധിപതയേ നമഃ. തുടർന്ന് പറയുന്നു, ജയായ ജയഭദ്രായ ഹര്യശ്വായ നമോ നമഃ നമോ നമഃ സഹസ്രാംശോ ആദിത്യായ നമോ നമഃ. ജയായ, ജയസ്വരൂപത്തിലിരിക്കുന്ന, ഈ ലോകത്തിൽ എവിടെയെല്ലാം ജയമുണ്ടോ അത് വാസ്തവത്തിൽ നീയാണ്. കാരണം നിന്റെ കൃപയില്ലാതെ ജയം കിട്ടില്ല. അപ്പൊ ജയിക്കാൻ വേണ്ടി ജപിക്കേണ്ട മന്ത്രമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞു. ഇങ്ങനെ യുദ്ധത്തിൽ എന്തായാലും ജയിക്കും. കാരണം ജയം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് ജയായ നമഃ. ജയഭദ്രായ, ഭദ്രമായ ജയമായിരിക്കുന്നു, ഏറ്റവും മംഗളമായ വിജയം. സാധാരണ വിജയങ്ങളല്ല, ഏറ്റവും മംഗളമായത്. ആ ജയം കൊണ്ട് ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാവും, ആ വ്യക്തിക്കും മംഗളമുണ്ടാവും. എല്ലാ ജയവും നമുക്ക് ഗുണകരമാകണമെന്നില്ല. എന്നാൽ നമുക്കും ലോകത്തിനും ഒരുപോലെ ഗുണകരമായിട്ടുള്ള ജയമായിട്ടിരിക്കുന്നവൻ ജയഭദ്രൻ. ആ ഭാവത്തിലിരിക്കുന്നവന് നമസ്കാരം. ജയത്തെ ഭദ്രമാക്കുന്നവൻ ജയഭദ്രൻ. ആ ജയഭദ്രന് നമസ്കാരം. ജയസ്വരൂപിയാണ് അദ്ദേഹം. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ജയത്തെ ഭദ്രമാക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ, അതിന് ഒരു കുഴപ്പവും സംഭവിക്കാതെ, അതിന് ദോഷം ഭവിക്കാതെ അതിനെ മംഗളമായി നിലനിർത്തുന്നവൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് നമസ്കാരം. ഹര്യശ്വായ, പച്ച നിറത്തിലുള്ള കുതിരയോട് കൂടിയവൻ. ഹരിതശ്വം എന്ന് പറഞ്ഞതിൻ്റെ അതേ അർത്ഥമാണ്. അല്ലെങ്കിൽ മഞ്ഞ നിറത്തോടു കൂടിയ കുതിരയോട് കൂടിയവൻ, അതാണ് ഹരിയശ്വൻ. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമോ നമഃ. വീണ്ടും വീണ്ടും നമസ്കാരം ഭവിക്കട്ടെ. നമോ നമഃ സഹസ്രാംശോ, 1000 കിരണങ്ങൾ ഉള്ളവൻ സഹസ്രാംശു, അദ്ദേഹത്തിന് നമസ്കാരം. അനന്തമായ കിരണങ്ങൾ ഉള്ളവൻ. ആദിത്യായ നമോ നമഃ. അതിഥിയുടെ മകനായിട്ടിരിക്കുന്നവൻ, ആദിയിൽ ഉദ്ഭവിച്ചവൻ, ഏറ്റവും ആദിയിൽ ഉണ്ടായിരുന്നവൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് നമസ്കാരം ഭവിക്കട്ടെ.
ജയായ ജയഭദ്രായ ഹരിയശ്വായ നമോ നമഃ. നമോ നമഃ സഹസ്രാംശോ ആദിത്യായ നമോ നമഃ. തുടർന്ന് പറയുന്നു, നമ ഉഗ്രായ വീരായ സാരംഗായ നമോ നമഃ. നമഃ പദ്മപ്രബോധായ മാർത്താണ്ഡായ നമോ നമഃ. നമ ഉഗ്രായ, ഉഗ്രസ്വരൂപിയായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഉഗ്രമൂർത്തിയാണ്, അദ്ദേഹത്തിനെ അടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അപ്പൊ സൂര്യൻ എന്ന ഭാവത്തിൽ തന്നെ അദ്ദേഹത്തെ നേരെ ഒന്ന് നോക്കാൻ പോലും നമുക്ക് പറ്റില്ല, അത്രയും ഉഗ്രമായ ഭാവത്തിൽ ഇരിക്കുന്നവനാണ്. വീരായ, വീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു സ്ഥലത്തും ഒരു പ്രവൃത്തി ചെയ്യാനും മടിയില്ല, ഭയമില്ല. എല്ലാവരുടെയും ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റും, അത്രയും വീരനാണ് അദ്ദേഹം. സാരംഗായ, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് എന്നൊരർത്ഥം. പ്രണവസ്വരൂപിയാണ് എന്നൊരർത്ഥവുമുണ്ട്. ഓംകാരമായിട്ട് ശോഭിക്കുന്നവനാണ്. ഓംകാരം സൂചിപ്പിക്കുന്നത് ആരെയാണോ അവൻ സാരംഗൻ. അങ്ങനെയൊക്കെ പല അർത്ഥം ഈ പദത്തിന് പറയും. സാരംഗായ നമോ നമഃ. നമഃ പദ്മപ്രബോധായ, പദ്മം എന്നാൽ താമര. താമര വിരിയുന്നത് സൂര്യന്റെ കിരണങ്ങൾ ഏറ്റിട്ടാണ്. അപ്പൊ താമരയെ വിരിയിക്കുന്നവൻ പത്മപ്രബോധൻ. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ കിരണങ്ങൾ ഏറ്റ് താമര വിരിയുന്നു. അതുകൊണ്ട് പത്മത്തെ പ്രബോധിപ്പിക്കുന്നവൻ. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. പത്മം എന്നുള്ളത് നമുക്കൊരു യോഗവിദ്യയായിട്ടും എടുക്കാം. കാരണം പത്മം എന്ന് പറയുന്നത് എപ്പോഴും യോഗിയുടെ ഭാവത്തെ സൂചിപ്പിക്കാനായിട്ട് എടുക്കും. അത് ചളിയിൽ നിന്നും വളരുന്നു, പക്ഷെ ചളിയേക്കാൾ എത്രയോ ഉയരത്തിൽ നിൽക്കുന്നു. ജലത്തിലാണെങ്കിലും ജലസ്പർശം ഏൽക്കുന്നില്ല. അപ്പൊ നിസ്സംഗതയുടെ ഭാവമായിട്ട് യോഗിയുടെ ഭാവമാണത്. ആ ഭാവത്തിൽ ഇരിക്കുന്നത് പത്മം. ആ പത്മത്തെ പ്രബോധിപ്പിക്കുന്നത് അദ്ദേഹമാണ്. അതായത് ആ യോഗഭാവത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് പത്മപ്രബോധായ നമഃ. മാർത്താണ്ഡായ നമോ നമഃ. മൃതമായ അണ്ഡത്തിൽ നിന്നും ആവിർഭവിച്ചവൻ, ദേഹത്തിന്റെ ഉള്ളിൽ ആത്മഭാവത്തിൽ ശോഭിക്കുന്നവൻ, ജഡവസ്തുക്കൾക്കൊക്കെ ചൈതന്യം നൽകുന്നവൻ മാർത്താണ്ഡൻ. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും നമസ്കാരം. നമ ഉഗ്രായ വീരായ സാരംഗായ നമോ നമഃ. നമഃ പദ്മപ്രബോധായ മാർത്താണ്ഡായ നമോ നമഃ. തുടർന്ന് ബ്രഹ്മേശാനാച്യുതേശായ സൂര്യായാദിത്യവർച്ചസേ ഭാസ്വതേ സർവഭക്ഷായ രൗദ്രായ വപുഷേ നമഃ. ബ്രഹ്മേശാനാച്യുതേശായ, ബ്രഹ്മാവ്, ഈശാനൻ, അച്യുതൻ, ഇവർ മൂന്ന് പേർക്കും ഈശനായിരിക്കുന്നവൻ. ഇവർ മൂന്ന് പേരുമാണ് ത്രിമൂർത്തികൾ. സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നത് ഇവരാണ്. ഇവർ മൂന്ന് പേരെയും ഭരിക്കുന്നത് ശുദ്ധബോധമായ അങ്ങാണ്. അതുകൊണ്ട് ബ്രഹ്മേശാനാച്യുതേശായ നമഃ. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. സൂര്യായ, സൂര്യസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ആദിത്യവർച്ചസേ, ആദിത്യന്റെ പ്രകാശമായിരിക്കുന്ന തേജസ്സായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് സൂര്യനുമാണ്, ആ സൂര്യന്റെ തേജസ്സും അങ്ങ് തന്നെയാണ്. ഭാസ്വതേ, പ്രകാശിക്കുന്നവൻ, ഭാസ്വാൻ. ആ ഭാസ്വാനായിരിക്കുന്ന പ്രകാശിക്കുന്നവന് നമസ്കാരം. സർവഭക്ഷായ, എല്ലാം ഭക്ഷിക്കുന്നവനാണ് അങ്ങ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് അങ്ങാണ്. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ മുഴുവൻ തന്നിലേക്ക് ലയിപ്പിക്കുന്നതും അങ്ങ് തന്നെയാണ്. അതാണ് ഭക്ഷ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എല്ലാം ഭക്ഷിക്കുന്നവൻ, എല്ലാത്തിനെയും തൻ്റെ ഉള്ളിലാക്കുന്നവൻ, സർവഭക്ഷൻ. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെ അഗ്നിസ്വരൂപനാണല്ലോ, അഗ്നിയായിട്ടാണല്ലോ ശോഭിക്കുന്നത് ഭൂമിയിലൊക്കെ. അഗ്നിയുടെ ഉറവിടം, കാരണം അഗ്നിഗർഭനാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഭൂമിയിൽ അഗ്നി ഉള്ളപ്പോൾ അഗ്നിയുടെ സ്വഭാവം കിട്ടുന്നതെല്ലാം ഭക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും അത് ഭസ്മമാക്കും. അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്നവൻ സർവഭക്ഷൻ. രൗദ്രായ വപുഷേ നമഃ. രൗദ്രമായ വപുസ്സിനെ ധരിച്ചിരിക്കുന്നവന് നമസ്കാരം. രൗദ്രം എന്ന് പറഞ്ഞാൽ ഭയത്തെ ജനിപ്പിക്കുന്നത്, നമുക്ക് താങ്ങാൻ പറ്റാത്തത് എന്നർത്ഥത്തിലെടുക്കാം. ആ ഭാവത്തിലുള്ള വപുസ്സിനെ ധരിച്ചിരിക്കുന്നവൻ. അത്രയും രൗദ്രമായ ദേഹമാണ് അദ്ദേഹത്തിന്. അത് സൂര്യൻ എന്ന ഭാവം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി രുദ്രന്റെ വപുസ്സിനെ ധരിച്ചിരിക്കുന്നവൻ എന്ന് അർത്ഥവും എടുക്കാം. അപ്പൊ രുദ്രനായിട്ട് ശോഭിക്കുന്നവൻ എന്നർത്ഥവും വന്നു. രുദ്രശബ്ദത്തിന് രുദം ദ്രാവയതി എന്ന് പറയും. ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവനാണെന്ന് പറയും. അപ്പൊ ആ ഭാവത്തിലുള്ള ദേഹത്തെ ധരിച്ചിരിക്കുന്നവൻ, അതായത് ഭക്തരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന ഭാവത്തിൽ ശോഭിക്കുന്നവൻ. രൗദ്രായ വപുഷേ നമഃ. ബ്രഹ്മേശാനാച്യുതേശായ സൂര്യായാദിത്യവർച്ചസേ ഭാസ്വതേ സർവഭക്ഷായ രൗദ്രായ വപുഷേ നമഃ. തുടർന്ന് തമോഘ്നായ ഹിമഘ്നായ ശത്രുഘ്നായാമിതാത്മനെ കൃതഘ്നഘ്നായ ദേവായ ജ്യോതിഷാം പതയേ നമഃ.
തമോഘ്നായ, തമസ്സിനെ ഇല്ലാതെയാക്കുന്നവൻ. തമസ് എന്നാൽ ഇരുട്ട്, അപ്പൊ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നവൻ. തമസ് എന്നാൽ അജ്ഞാനം, അപ്പൊ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നവൻ. ഹിമഘ്നായ, ഹിമം എന്നാൽ മഞ്ഞ്, മഞ്ഞിനെ ഇല്ലാതെയാക്കുന്നവൻ. സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ തേജസ് കൊണ്ട് മഞ്ഞ് ഉരുകാൻ തുടങ്ങും, അതുകൊണ്ട് മഞ്ഞിനെ ഇല്ലാതെയാക്കുന്നവൻ. ശത്രുഘ്നായ, ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവൻ. അമിതാത്മനെ, അമിതമായ സ്വരൂപത്തോടു കൂടിയവൻ, എവിടെയും ഒതുങ്ങി നിൽക്കാത്ത, ആരാലും അളക്കാൻ പറ്റാത്ത വിധം വ്യാപിച്ചിരിക്കുന്നവൻ അമിതാത്മാവ്. ആ ഭാവത്തിലിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. കൃതഘ്നഘ്നായ, കൃതഘ്നന്മാരെ ഇല്ലാതെയാക്കുന്നവൻ. നമ്മളൊരു സത്പ്രവൃത്തി ചെയ്താൽ ആ സത്പ്രവൃത്തിയെ അംഗീകരിച്ചുകൊണ്ട് കൃതജ്ഞത രേഖപ്പെടുത്തണം. അത് ധർമ്മമാണ്. എന്നാൽ ആ കൃതജ്ഞത കാട്ടാതെ അത് മറന്നുകൊണ്ട് ജീവിക്കുന്നവൻ കൃതഘ്നൻ. അങ്ങനെയുള്ളവരെ ഇല്ലാതെയാക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് കൃതഘ്നഘ്നായ എന്ന് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരിക്കുന്നു. കാരണം ധർമ്മം നിലനിൽക്കണമെങ്കിൽ എല്ലാവർക്കും കൃതജ്ഞതയുണ്ടാവണം. ഇപ്പൊ പ്രകൃതിയെ തന്നെ നമ്മൾ എടുത്താൽ നമുക്ക് സൂര്യൻ പ്രകാശം തരുന്നു, അതുപോലെ മഴ തരുന്നു, സസ്യലതാദികൾ ഭൂമി തരുന്നു, ചന്ദ്രൻ നമുക്ക് ആ ഔഷധങ്ങൾക്ക് ആവശ്യമുള്ള കിരണങ്ങൾ തരുന്നു. അങ്ങനെ പ്രകൃതി നമുക്ക് പലതും തരുന്നു. ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടും തിരിച്ചു പ്രകൃതിക്ക് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ കൃതജ്ഞന്മാരാണ്. ഈ പ്രകൃതിയെ നമ്മൾ മാനിച്ചില്ലെങ്കിൽ, ഇതിന് ദോഷം വരുത്തുന്ന വിധം പ്രവർത്തിച്ചാലും നമ്മൾ കൃതജ്ഞന്മാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ലോകത്തിന് ദോഷമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇല്ലാതെയാക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് കൃതഘ്നഘ്നായ എന്നർത്ഥം ഇവിടെ വന്നു. അതുപോലെ നമുക്ക് സദാ കൃതജ്ഞതയെ നൽകുന്നവനുമാണ്. നമ്മുടെ ഉള്ളിൽ എന്നും നന്ദിയെ നിലനിർത്തും, നമ്മളെ ഒരിക്കലും കൃതജ്ഞനാക്കില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ കൃതജ്ഞ ഭാവത്തെ ഇല്ലാതെയാക്കുന്നവൻ. ദേവായ, ആഗ്രഹിച്ചതെല്ലാം ദാനം കൊടുക്കുന്നവൻ ദേവൻ. പ്രകാശസ്വരൂപി ദേവൻ, രണ്ടർത്ഥത്തിലും ദേവനാണ് അദ്ദേഹം. ജ്യോതിഷാം പതയേ നമഃ, ജ്യോതിസ്സുകൾക്ക് മുഴുവൻ പതിയായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പ്രകാശ വസ്തുക്കളാണ് ജ്യോതിസ്, അതിന് മുഴുവൻ പതി അദ്ദേഹമാണ്. കാരണം എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടം അദ്ദേഹമാണ്. തമോഘ്നായ ഹിമഘ്നായ ശത്രുഘ്നായ അമിതാത്മനെ കൃതഘ്നഘ്നായ ദേവായ ജ്യോതിഷാം പതയേ നമഃ. തുടർന്ന് തപ്തചാമീകരാഭായ വഹ്നയേ വിശ്വകർമ്മനെ നമസ്തമോഭിനിഘ്നായ രുചയേ ലോകസാക്ഷിനെ. തപ്തചാമീകരാഭായ, ചാമീകരം എന്ന് പറഞ്ഞാൽ സ്വർണം, തപ്തം എന്ന് പറഞ്ഞാൽ ചൂടാക്കിയത്. അപ്പോൾ ഉരുക്കിയ സ്വർണത്തിന്റെ നിറത്തോട്, ആഭ എന്നാൽ ശോഭ, അപ്പോൾ ഉരുക്കിയ സ്വർണത്തിന്റെ നിറത്തോട് കൂടിയവൻ, അതിന്റെ കാന്തിയുള്ളവനാണ് അങ്ങ്. അതാണ് തപ്തചാമീകരാഭായ. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ആ സ്വർണത്തെ ഉരുക്കാനായിട്ട് ഉപയോഗിക്കുന്ന അഗ്നിയും അങ്ങ് തന്നെയാണ്. വഹ്നയേ നമഃ, വഹ്നിസ്വരൂപനായി അഗ്നിസ്വരൂപനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ഭക്ഷണം പാചകം ചെയ്യാനും യജ്ഞം നടത്താനും അതുപോലെ ചിതയിൽ ശരീരത്തെ ദഹിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ അഗ്നിയാണ്. സർവഭക്ഷകനാണ്. അങ്ങനെയുള്ള അഗ്നിയായിരിക്കുന്നത് അങ്ങാണ്. ആ അങ്ങയ്ക്ക് നമസ്കാരം. അഗ്നിക്ക് അതിനുള്ള കഴിവ് കൊടുക്കുന്നതും അങ്ങ് തന്നെ. വിശ്വകർമ്മണേ, വിശ്വത്തെ രചിച്ചിട്ടുള്ളത് വിശ്വകർമാവ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ദേവശില്പിയായിരിക്കുന്ന വിശ്വകർമാവായിരിക്കുന്നതും അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നത് അങ്ങാണ്, അതുകൊണ്ടും വിശ്വകർമാവ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. നമസ്തമോഭിനിഘ്നായ, തമസ്സിനെ വളരെ നന്നായിട്ട് ഇല്ലാതെയാക്കുന്നവൻ. ഭഗവാൻ ഉദിച്ചാൽ പിന്നെ തമസ്, ഇരുട്ട് അവിടെ ഉണ്ടാവുകയില്ല, പരിപൂർണമായി ഇരുട്ട് ഇല്ലാതെയാകും. അതുകൊണ്ട് നമസ്തമോഭിനിഘ്നായ, തമസ് അജ്ഞാനവുമാണ്, അപ്പൊ അജ്ഞാനത്തെ അതുപോലെ ഇല്ലാതെയാക്കുന്നവൻ. ഭഗവാൻ ബോധസ്വരൂപനാണ്. ആ ബോധം നമുക്ക് സിദ്ധിച്ചാൽ, ആത്മസാക്ഷാത്കാരം ഉണ്ടായാൽ പിന്നെ അജ്ഞാനം എന്നതിന്റെ കറ പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. പൂർണ്ണമായി നമ്മൾ പരിശുദ്ധരാകും. രുചയേ, രുചിയായിട്ട് ഇരിക്കുന്നവൻ. രുചി എന്നാൽ പ്രകാശം, കിരണങ്ങൾ. അപ്പൊ പ്രകാശ സ്വരൂപത്തിൽ ഇരിക്കുന്നവൻ. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. മനോഹരമായ രൂപത്തോടു കൂടിയവൻ. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ലോകസാക്ഷിനെ, ലോകത്തിന്റെ സാക്ഷിയായിരിക്കുന്നവൻ. കാണപ്പെടുന്നതാണ് ലോകം. ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ഇവിടെ നടക്കുന്നതെല്ലാം അറിയുന്നവനാണ്, അന്തര്യാമിയാണ്. അതുകൊണ്ടും നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രവൃത്തിയും മുഴുവൻ അദ്ദേഹം അറിയുന്നു. അതുകൊണ്ട് എല്ലാം അറിയുന്നവനാണ്. പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് കാണുന്ന ഒരാളുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രവൃത്തി കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകും, നല്ലതാകും. അപ്പൊ ആ ബോധം നൽകാൻ കൂടി ഒരു ലോകസാക്ഷിയായിട്ട് അദ്ദേഹം വർത്തിക്കുന്നു. തപ്തചാമീകരാഭായ വഹ്നയേ വിശ്വകർമ്മനെ നമസ്തമോഭിനിഘ്നായ രുചയേ ലോകസാക്ഷിനെ.
ലോകസാക്ഷി ആയതുകൊണ്ട് തന്നെ എല്ലാ അറിവും അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം എല്ലാം അറിയുന്നു. അപ്പൊ സൂര്യനെ ഉപാസിക്കുമ്പോൾ നമുക്ക് എന്ത് അറിവ് വേണമെങ്കിലും അത് കിട്ടും, അത് ഉറപ്പായും ലഭിക്കും. അറിവിന്റെ മൂർത്തി തന്നെയാണ്. അതുകൊണ്ട് അറിവ് നേടാനായിട്ടും ഈ ഉപാസന കൊണ്ട് സാധിക്കും. തുടർന്ന് പറയുന്നു, നാശയത്യേഷ വൈഭൂതം തദേവ സൃജതി പ്രഭു പായത്യേഷ തപത്യേഷ വർഷത്യേഷ ഗവസ്തിഭി. നാശയത്യേഷ വൈഭൂതം, ഭവിച്ചിട്ടുള്ളതാണ് ഭൂതം. ഇവിടെ ഉള്ളതെല്ലാം ഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും ഭൂതങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ഭൂതങ്ങളെ നാശയത്തി, നശിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ഈ പറഞ്ഞ സൂര്യഭഗവാനാണ് ഈ ഭൂതങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത്. കാരണം കാലസ്വരൂപനാണ്. കാലത്തിന്റെ സ്വാധീനം കൊണ്ടാണ് നാശം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭൂതങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത് അദ്ദേഹമാണ്. തദേവ സൃജതി പ്രഭു, എന്നാൽ ഈ ഭൂതങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്ന പ്രഭുവും ഇദ്ദേഹം തന്നെയാണ്. സർവസമർത്ഥൻ എന്നാണ് പ്രഭു ശബ്ദത്തിനർത്ഥം. അപ്പൊ എന്തും ചെയ്യാൻ സാമർഥ്യമുള്ള ഇദ്ദേഹം തന്നെയാണ് ഈ ഭൂതങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നത്. അപ്പൊ ആദ്യം അവരെ സൃഷ്ടിക്കുന്നു, അത് കഴിഞ്ഞ് പായത്യേഷ, അവരെ പാലിക്കുന്നതും അദ്ദേഹമാണ്. അപ്പൊ അവരെ പാലിച്ചുകൊണ്ട് ക്രമേണ അവരെ നശിപ്പിക്കുന്നതും അദ്ദേഹം തന്നെ. പിന്നീട് അവരവരുടെ സൂക്ഷ്മഭാവത്തെ പ്രാപിക്കുന്നു. അതാണ് നാശം. ഒന്നും ഇവിടെ ഇല്ലാതെയാകുന്നില്ല, എല്ലാം സൂക്ഷ്മഭാവത്തെ നേടുന്നു. വീണ്ടും അതേ സൂക്ഷ്മഭാവത്തെ വിരിയിച്ചുകൊണ്ട് ലോകത്തെ ഉണ്ടാക്കുന്നു, പാലിക്കുന്നു, നശിപ്പിക്കുന്നു. ഇതൊരു ചക്രമാണ്. ആ ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൻ സൂര്യൻ. അതുകൊണ്ട് നാശയത്യേഷ വൈഭൂതം തദേവ സൃജതി പ്രഭു പായത്യേഷ. അത് കഴിഞ്ഞ് പറയുന്നു തപത്യേഷ, തപിപ്പിക്കുന്നതും ഇവൻ തന്നെയാണ്. ലോകത്തെ മുഴുവൻ തപിപ്പിക്കുന്നവൻ, ചൂടാക്കുന്നവൻ എന്നർത്ഥത്തിൽ. അതുപോലെ പ്രേരണ നൽകിക്കൊണ്ട് നമ്മളെ കൊണ്ട് തപസ് ചെയ്യിക്കുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ടും തപത്യേഷ. വർഷത്യേഷ, ലോകത്തെ മുഴുവൻ എല്ലാ ഭൂതങ്ങൾക്കും വർഷത്തെ കൊടുക്കുന്നവൻ, മഴയെ കൊടുക്കുന്നവൻ, അവൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ അവർക്ക് വർഷിച്ചു കൊടുക്കുന്നതും അദ്ദേഹമാണ്. ഗവസ്തിഭിഹി, എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? കിരണങ്ങളാലാണ്. അദ്ദേഹത്തിന്റെ കിരണങ്ങളാൽ അദ്ദേഹം ലോകത്തെ പാലിക്കുന്നു, ലോകത്തെ തപിപ്പിക്കുന്നു, ലോകത്തിൽ വർഷത്തെ ഉണ്ടാക്കുന്നു. അത് അദ്ദേഹത്തിന്റെ കിരണങ്ങളാൽ അദ്ദേഹം ചെയ്യുന്നു. നാശയത്യേഷ വൈഭൂതം തദേവ സൃജതി പ്രഭു പായത്യേഷ തപത്യേഷ വർഷത്യേഷ ഗവസ്തിഭിഹി. തുടർന്ന് പറയുന്നു, ഏഷ സുപ്തേഷു ജാഗർത്തി ഭൂതേഷു പരിനിഷ്ഠിതഃ ഏഷ ഏവാഗ്നിഹോത്രം ച ഫലം ചൈവാഗ്നിഹോത്രിണാം. ഏഷ, ഇദ്ദേഹം, സുപ്തേഷു ഭൂതേഷു. സുപ്തേഷു എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിരിക്കുന്ന ഭൂതങ്ങൾ. ഇപ്പൊ ജീവജാലങ്ങൾ ഉറങ്ങിയിരിക്കുമ്പോൾ അങ്ങനെ ഉറങ്ങിയിരിക്കുന്ന ജീവജാലങ്ങളുടെ ഉള്ളിൽ ജാഗർത്തി പരിനിഷ്ഠിത, ഉണർന്നിരിക്കുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വരൂപം വളരെ വ്യക്തമാക്കുകയാണ് അഗസ്ത്യ മഹർഷി ഇവിടെ. സൂര്യൻ എന്ന് പറയുമ്പോൾ പുറമേയുള്ള ഒരു വസ്തുവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം നമ്മുടെ എല്ലാം ഉള്ളിലുള്ള സൂര്യനാണ്, ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നവനാണ്. അപ്പൊ നമ്മൾ ബോധം കെട്ടുറങ്ങുമ്പോൾ, അവിടെ ബോധം കെട്ടുവെന്ന് പറയുമ്പോൾ ബുദ്ധി മാത്രമാണ് അവിടെ ശാന്തമാകുന്നത്, മനസ്സും ബുദ്ധിയുമാണ് ശാന്തമാകുന്നത്. അപ്പോഴും വാസ്തവത്തിൽ അവിടെ ബോധമുണ്ട്. ആ ബോധം അങ്ങാണ്. അതുകൊണ്ട് ഭൂതങ്ങൾ മുഴുവൻ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്നു അവരുടെ ഉള്ളിൽ അങ്ങ്. അതാണ് ഏഷ സുപ്തേഷു ജാഗർത്തി ഭൂതേഷു പരിനിഷ്ഠിത ഏഷ ഏവാഗ്നിഹോത്രം ച. അഗ്നിഹോത്രം ഇദ്ദേഹം തന്നെയാണ്. യാഗമാണ് അഗ്നിഹോത്രം, ദിവസവും ചെയ്യേണ്ടതാണ്. ആ യാഗം അങ്ങ് തന്നെയാണ്, യജ്ഞസ്വരൂപനാണ് അങ്ങ്. ഫലം ചൈവാഗ്നിഹോത്രിനാം, ഇനി അഗ്നിഹോത്രം ചെയ്തതുകൊണ്ട് കിട്ടുന്ന ഫലമായിട്ട് ശോഭിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. അതായത് അഗ്നിഹോത്രം ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അഗ്നിഹോത്രം ചെയ്ത് നേടേണ്ടത് എന്താ? അദ്ദേഹത്തിനെയാണ്. ആ അദ്ദേഹം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, ബോധസ്വരൂപമാണ്. നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ ശുദ്ധമായ ബോധത്തെ അറിയാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് വേദം ഇതെല്ലാം വിധിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കർമ്മമായും കർമ്മത്തിന്റെ ഫലമായിട്ടും ശോഭിക്കുന്നത് അങ്ങ് തന്നെ. ഏഷ സുപ്തേഷു ജാഗർത്തി ഭൂതേഷു പരിനിഷ്ഠിത ഏഷ ഏവാഗ്നിഹോത്രം ച ഫലം ചൈവാഗ്നിഹോത്രിണാം. തുടർന്ന് പറയുന്നു, വേദാശ്ച ക്രതവശ്ചൈവ ക്രതൂനാം ഫലമേവ ച യാനി കൃത്യാനി ലോകേഷു സർവ ഏഷ രവിഃ പ്രഭു. വേദാശ്ച, വേദങ്ങളായിട്ടിരിക്കുന്നത് ഇദ്ദേഹമാണ്. ക്രതവശ്ചൈവ, ക്രതുക്കളായിട്ടിരിക്കുന്നത് അദ്ദേഹമാണ്. ക്രതു എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ. ഇപ്പൊ യാഗസ്വരൂപത്തിലുള്ളത് അദ്ദേഹമാണ്. ക്രതൂനാം ഫലമേവച, യാഗങ്ങളുടെ ഫലമായിട്ടിരിക്കുന്നതും അദ്ദേഹമാണ്. യാനി കൃത്യാനി ലോകേഷു, എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിലുണ്ടോ
സർവ ഏഷ രവി പ്രഭു, അതിനെല്ലാം പ്രഭുവായിരിക്കുന്നത് ഈ രവി തന്നെയാണ്. രവി എന്നാൽ സ്തുതിക്കപ്പെടുന്നവൻ. അപ്പൊ സ്തുതിക്കപ്പെടുന്ന പ്രഭുവായിരിക്കുന്ന സർവസമർത്ഥനായിരിക്കുന്ന ഈ ആദിത്യൻ, ഈ സൂര്യഭഗവാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളുടെയും പ്രഭുവായിട്ടിരിക്കുന്നത്. അപ്പോൾ വേദങ്ങൾ അദ്ദേഹമാണ്, അതുകൊണ്ട് വേദത്തിൻ്റെ പ്രഭുവുമാണ്. യാഗങ്ങൾ അദ്ദേഹമാണ്, യാഗത്തിൻ്റെ പ്രഭുവാണ്. യാഗത്തിൻ്റെ ഫലം അദ്ദേഹമാണ്, അത് നൽകുന്ന പ്രഭുവാണ്. അതുപോലെ ശേഷിക്കുന്ന എല്ലാ കൃത്യങ്ങളും, എന്തെന്ത് കർമ്മങ്ങൾ ഇവിടെയുണ്ടോ, ഇവിടെ പറയാത്തതായിട്ട് എന്തെല്ലാം കർമ്മങ്ങൾ അവശേഷിക്കുന്നുണ്ടോ അതെല്ലാം അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. അതിൻ്റെ പ്രഭു അദ്ദേഹമാണ്, ഈ രവി തന്നെയാണ്. വേദാശ്ച ക്രതവശ്ചൈവ ക്രതൂനാം ഫലമേവ ച യാനി കൃത്യാനി ലോകേഷു സർവ ഏഷ രവി പ്രഭു. ഏനമാപത്സു കൃച്ഛ്രേഷു കാന്താരേഷു ഭയേഷു ച കീർത്തയൻ പുരുഷഃ കശ്ചിൻ നാവസീദതി രാഘവ. ഏനം, ഇദ്ദേഹത്തെ, ഈ രവിയെ, ഈ സൂര്യഭഗവാനെ, ആപത്സു കൃച്ഛ്രേഷു, ആപത്സു ആപത്തുകളിൽ, ആപത്ത് കാലത്തും, കൃച്ഛ്രേഷു നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്ന ക്ലേശം അനുഭവിക്കുന്ന സമയത്തും, കാന്താരേഷു കാട്ടിൻ്റെ ഉള്ളിൽ വസിക്കുന്ന സമയത്ത് അഥവാ കാട്ടിൽ വഴി തെറ്റി അലയുന്ന സമയത്ത്, ഭയേഷു ച നമുക്ക് ഭയം തോന്നുന്ന സമയത്ത്, കീർത്തയൻ പുരുഷഃ കീർത്തിക്കുക, ഏനം ഈ വ്യക്തിയെ കീർത്തിക്കുക, കശ്ചിൻ ന അവസീദതി രാഘവ അങ്ങനെ നീ ഈ പുരുഷനെ, പുരത്തിൽ വസിക്കുന്നവൻ പുരുഷൻ, നമ്മുടെ എല്ലാം ഉള്ളിൽ ബോധസ്വരൂപനായിരിക്കുന്നവനാണ് ഈ ആദിത്യൻ. ഈ ആദിത്യനെ നീ ആപത്തുണ്ടാകുന്ന സമയത്ത്, ക്ലേശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, കാട്ടിൽ അകപ്പെടുന്ന സമയത്ത്, ഭയം അനുഭവിക്കുന്ന സമയത്ത് സധൈര്യം കീർത്തിക്കുക. എങ്ങനെ കീർത്തിക്കുക? അപ്പൊ ഇത്രയും നേരം പറഞ്ഞ ശ്ലോകങ്ങൾ ചൊല്ലി കീർത്തിക്കുക, ആദിത്യ ഹൃദയം ചൊല്ലി കീർത്തിക്കുക. അങ്ങനെ കീർത്തിക്കുമ്പോൾ കശ്ചിന്നാവസീദതി രാഘവ, നീ ഒരിക്കലും ദുഃഖങ്ങളിൽ താഴ്ന്നു പോകുകയില്ല. ഇതൊക്കെ നിനക്ക് ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതാണ്, അതിൽ നീ മുഴുകി പോവുകയില്ല. അതായത് അതിൽ നിന്നും നീ മോചനത്തെ നേടും, മാറി നിൽക്കും. ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി നിനക്ക് ലഭിക്കും. ആ ശക്തി, ആ ഊർജം, ആ ബലം ഈ ഭഗവാൻ നിനക്ക് പ്രദാനം ചെയ്യും. അപ്പൊ ഈ സ്തോത്രത്തിന്റെ ഒരു ഫലശ്രുതി തന്നെയാണ് ഇത്. ഏനമാപത്സു കൃച്ഛ്രേഷു കാന്താരേഷു ഭയേഷു ച കീർത്തയൻ പുരുഷഃ കശ്ചിന്നാവസീദതി രാഘവ. തുടർന്ന് പറയുന്നു, പൂജയസ്വൈനമേകാഗ്രോ ദേവദേവം ജഗത്പതിം ഏതത് ത്രിഗുണിതം ജപ്ത്വാ യുദ്ധേഷു വിജയിഷ്യസി. പൂജയസ്വ പൂജിക്കുക, ആരെ? ഏനം ഈ ആദിത്യനെ, ഏകാഗ്രോ ഏകാഗ്രമായിട്ട് പൂജിക്കുക. മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കാതെ ഏകാഗ്രമാക്കി ഈ ആദിത്യനെ തന്നെ പൂജിക്കുക. നിന്റെ ഹൃദയത്തിൽ ശോഭിക്കുന്ന ആദിത്യനെ പൂജിക്കുക. ദേവദേവം, അദ്ദേഹം ദേവന്മാരുടെ മുഴുവൻ ദേവനായിരിക്കുന്നവനാണ്. ദേവശബ്ദത്തിന് പ്രകാശിക്കുന്നവൻ എന്നർത്ഥമെടുത്താൽ പ്രകാശിക്കുന്നവർക്ക് മുഴുവൻ പ്രകാശത്തെ നൽകുന്ന പ്രകാശസ്വരൂപനാണ്. ജഗത്പതിം, ചലിക്കുന്നതാണ് ജഗത്ത്, ആ ജഗത്തിന് മുഴുവൻ പതിയായിരിക്കുന്നവനാണ്. എല്ലാ ചലനത്തിനും കാരണം ചൈതന്യമാണ്, ആ ചൈതന്യ സ്വരൂപിയാണ് അദ്ദേഹം. ഏതത്, അപ്പൊ അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട്, അദ്ദേഹത്തിനെ ആരാധിച്ചുകൊണ്ട്, ഏതത് ഈ സ്തോത്രത്തെ, നിനക്ക് ഞാൻ ഇപ്പോൾ ഉപദേശിച്ചിട്ടുള്ള ദിവ്യമായ ഈ മന്ത്രത്തെ, ആദിത്യ ഹൃദയത്തെ, ത്രിഗുണിതം ജപ്ത്വാ 3 തവണ ജപിച്ചിട്ട്, യുദ്ധേഷു യുദ്ധത്തിൽ വിജയിഷ്യസി, നീ ഉറപ്പായും വിജയിക്കും. ഇദ്ദേഹത്തെ ഉപാസിച്ചുകൊണ്ട് നിനക്ക് ഈ യുദ്ധത്തിൽ ജയം സുനിശ്ചിതമാണ്, അല്ലയോ രാഘവ, അല്ലയോ ശ്രീരാമചന്ദ്ര മഹാപ്രഭു. അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്ക് സംശയം തോന്നണ്ട എന്ന് അഗസ്ത്യർ ഇവിടെ പറയുകയാണ്. പൂജയസ്വേനമേകാഗ്രോ ദേവദേവം ജഗത്പതിം ഏതത് ത്രിഗുണിതം ജപ്ത്വാ യുദ്ധേഷു വിജയിഷ്യസി. അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പൂജ ഇത് ജപിക്കുക തന്നെയാണെന്ന് ഇതിൽ നിന്നും ഗ്രഹിക്കാം. അപ്പൊ ഇത് ജപിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കുക, അതുവഴി നിനക്ക് വിജയം നിന്റെ യുദ്ധത്തിൽ ഉറപ്പായും കിട്ടും. അപ്പൊ ഇവിടെ രാമൻ ഒരു യുദ്ധത്തിൽ നിൽക്കുകയാണ്, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ യുദ്ധത്തിൽ ഭാഗഭാക്കായിരിക്കുകയാണ്. ജീവിതം തന്നെയാണ് നമ്മുടെ സമരം. അപ്പൊ അതിൽ നമുക്ക് ജയം ഉറപ്പായും കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കരുത്തും കഴിവും ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യും. തടസ്സങ്ങളെയെല്ലാം അദ്ദേഹം നീക്കിത്തരും. അതാണ് ഇവിടെ പറഞ്ഞത്. പൂജയസ്വൈനമേകാഗ്രോ ദേവദേവം ജഗത്പതിം ഏതത് ത്രിഗുണിതം ജപ്ത്വാ യുദ്ധേഷു വിജയിഷ്യസി. ഇപ്പൊ 3 തവണ ജപിക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ
ഇത്തരം സ്തോത്രങ്ങളൊക്കെ 3 സന്ധ്യകൾക്ക് ജപിക്കണം എന്ന് പറയും. ഇപ്പോൾ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ജപിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഭാവത്തിൽ ജപിക്കുക എന്നോ അല്ലെങ്കിൽ 3 തവണ ജപിക്കുക എന്നോ അല്ലെങ്കിൽ വെറും 3 തവണ ജപിച്ചാൽ തന്നെ ഈ ഫലം കിട്ടും എന്നോ അർത്ഥത്തിലെടുക്കാം. അസ്മിൻ ക്ഷണേ മഹാബാഹോ രാവണം ത്വം വധിഷ്യസി ഏവമുക്ത്വാ തദാഗസ്ത്യോ ജഗാമ ച യഥാഗതം. അസ്മിൻ ക്ഷണേ, ഈ ക്ഷണത്തിൽ തന്നെ, മഹാബാഹോ, തുടക്കത്തിൽ വിളിച്ച അതേ പേരാണ്, വലിയ കൈകളുള്ളവനെ, വളരെയധികം സാമർഥ്യമുള്ളവനെ, രാവണം ത്വം വധിഷ്യസി, നീ രാവണനെ വധിക്കും, അതുറപ്പാണ്. ഈ ക്ഷണത്തിൽ തന്നെ, അത്രയും ഉറപ്പാണ് എനിക്ക്, കാരണം ഈ ആദിത്യ ഹൃദയം നിനക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോ അസ്മിൻ ക്ഷണേ മഹാബാഹു രാവണം ത്വം വധിഷ്യസി ഏവമുക്ത്വാ, ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, തഥാ അപ്പോൾ, അഗസ്ത്യ മഹർഷി ജഗാമ പോയി, ച യഥാഗതം എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ പോയി. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്, അതുപോലെ തന്നെ അന്തർധാനം ചെയ്തു. അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പോയി. ദേവന്മാരുടെ കൂടെ വന്ന് അദ്ദേഹത്തിന്റെ രഥത്തിലേക്ക് ഇറങ്ങി വന്നതാണെന്നുള്ള ഭാവത്തിലെടുത്താൽ തിരിച്ച് ദേവന്മാരുടെ അടുത്തേക്ക് പോയി എന്നും നമുക്ക് എടുക്കാം. അസ്മിൻ ക്ഷണേ മഹാബാഹോ രാവണം ത്വം വധിഷ്യസി ഏവമുക്ത്വാ തദാഗസ്ത്യോ ജഗാമ ച യഥാഗതം. ഏതത് ശ്രുത്വാ മഹാതേജ നഷ്ടശോകോ ഭവത്തദാ ധാരയാമാസ സുപ്രീതോ രാഘവ പ്രയതാത്മവാൻ. ഏതത് ശ്രുത്വാ, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, മഹാതേജ, വളരെയധികം തേജസ്സുള്ള, നഷ്ടശോകോ, ശോകം മുഴുവനായി നഷ്ടമായിട്ടുള്ള, അഭവത് തഥാ, ഭവിച്ചു അപ്പോൾ. രാഘവൻ, അതായത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ ആദിത്യ ഹൃദയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തേജസ് വർദ്ധിച്ചു, അദ്ദേഹത്തിന്റെ ശോകമെല്ലാം നഷ്ടമായി, അദ്ദേഹം നല്ല ഉറപ്പോടു കൂടിയ ഭാവത്തെ പ്രാപിച്ചു. ധാരയാമാസ സുപ്രീതോ രാഘവ പ്രയതാത്മവാൻ. അദ്ദേഹം ഈ ആദിത്യ ഹൃദയത്തെ പ്രയതാത്മവാനായിട്ട്, തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ അടക്കിക്കൊണ്ട്, രാഘവൻ, രഘുകുലത്തിൽ ജനിച്ചിട്ടുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭു, സുപ്രീതോ, വളരെയധികം പ്രീതിയോടുകൂടി, ധാരയാമാസ, ധരിച്ചു. അതായത് അഗസ്ത്യര് കൊടുത്തു മന്ത്രത്തെ, ആ മന്ത്രത്തെ അദ്ദേഹം സ്വീകരിച്ചു, തൻ്റെ ഉള്ളിൽ അതിനെ സ്ഥാപിച്ചു. അതാണ് ധാരയാമാസ എന്ന് പറയുന്നത്. ഏതത് ശ്രുത്വാ മഹാതേജ നഷ്ടശോകോ ഭവത്തദാ ധാരയാമാസ സുപ്രീതോ രാഘവ പ്രയതാത്മവാൻ. തുടർന്ന് പറയുന്നു, ആദിത്യം പ്രേക്ഷ്യ ജപ്ത്വാതു പരം ഹർഷമവാപ്തവാൻ ത്രിരാചമ്യ ശുചിർഭൂത്വാ ധനുരാദായ വീര്യവാൻ. ത്രിരാചമ്യ, 3 തവണ ആചമനം ചെയ്തു. ജലം എടുത്തുകൊണ്ട് വായയെ ശുദ്ധമാക്കുകയാണ്, ഭഗവാന്റെ നാമം ഉച്ചരിച്ച് വായയെ ശുദ്ധമാക്കി, അതാണ് ആചമനം. അങ്ങനെ 3 തവണ ആചമനം ചെയ്ത്, ശുചിർഭൂത്വ, ശുദ്ധിയായി ഭവിച്ചതിന് ശേഷം, ശുദ്ധനായതിനു ശേഷം, ആദിത്യം പ്രേക്ഷ്യ, ആദിത്യനെ നോക്കി, ജപ്ത്വാ, ജപിച്ചു, തു പരം ഹർഷം അവാപ്തവാൻ, ആദിത്യനെ നോക്കി, ആദിത്യന്റെ ഈ ഹൃദയത്തെ, ആദിത്യ ഹൃദയ മന്ത്രത്തെ അദ്ദേഹം അഗസ്ത്യരിൽ നിന്നും സ്വീകരിച്ചു. അത് ജപിക്കണമെന്ന് മനസ്സിലാക്കി. അപ്പൊ അത് ജപിക്കാനായിട്ട് ആദ്യം ശുദ്ധി വരുത്തണം. അപ്പൊ ജലമെടുത്ത് ആചമനം ചെയ്തു. ആ യുദ്ധകളത്തിൽ തന്നെ ആചമനം ചെയ്ത് ശുദ്ധി വരുത്തി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആദിത്യനെ നോക്കി, ആ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി, അഥവാ കണ്ണടച്ചുകൊണ്ട് തൻ്റെ അകത്തുള്ള ആദിത്യനെ നോക്കി അദ്ദേഹം വളരെ ഇത് ജപിച്ചു. അങ്ങനെ ജപിച്ചു കഴിഞ്ഞപ്പോൾ ഹർഷം അവാപ്തവാൻ, പരം ഹർഷം അവാപ്തമാൻ, പരമമായ ഹർഷത്തെ, ആനന്ദത്തെ അദ്ദേഹം പ്രാപിച്ചു. ജപിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആനന്ദത്തെ പ്രാപിച്ചു. അത് കഴിഞ്ഞിട്ട് ധനുരാദായ വീര്യവാൻ, വളരെ വീര്യത്തോടു കൂടിയ അദ്ദേഹം ധനുസിനെ വീണ്ടും എടുത്തു. യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ. അപ്പൊ ജപിക്കാൻ വേണ്ടി ധനുസ്സൊക്കെ താഴെ വെച്ച് ആചമനമൊക്കെ ചെയ്ത് ജപിച്ച് ശുദ്ധമായതിനു ശേഷം ആ ധനുസ് വീണ്ടും എടുത്തു. അർജുനൻ ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞ് ധനുസ് എടുത്ത പോലെ തന്നെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വളരെ ഊർജ്ജസ്വലനായിട്ട്, വീര്യവാനായിട്ട് ധനുസിനെ എടുത്തു. ആദിത്യം പ്രേക്ഷ്യ ജപ്ത്വാതു പരം ഹർഷമവാപ്തവാൻ ത്രിരാചമ്യ ശുചിർഭൂത്വാ ധനുരാദായ വീര്യവാൻ. അപ്പൊ നമ്മളും ശുദ്ധിയായിട്ട് വേണം ഇത് ജപിക്കാൻ. 3 തവണ ആചമനമൊക്കെ, വായൊക്കെ ശുദ്ധമാക്കി, ശുദ്ധമായ ഒരു ഭാവത്തിലിരുന്ന് മനസ്സിനെ ശുദ്ധമാക്കി, പ്രയതാത്മവാൻ എന്ന് പറഞ്ഞപ്പോൾ ഏകാഗ്രമായ മനസ്സോടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ആ ഭാവത്തിൽ വേണം ജപിക്കാൻ എന്ന് രാമചന്ദ്ര പ്രഭു ഇവിടെ ചെയ്ത് കാണിച്ച് തരികയാണ്. അതായിരുന്നു ഈ ശ്ലോകം. ആദിത്യം പ്രേക്ഷ്യ ജപ്ത്വാതു പരം ഹർഷമവാപ്തവാൻ ത്രിരാചമ്യ ശുചിർഭൂത്വാ ധനുരാദായ വീര്യവാൻ.
അത് കഴിഞ്ഞ് പറയുന്നു, രാവണം പ്രേക്ഷ്യ ഹൃഷ്ടാത്മാ യുദ്ധായ സമുപാഗമത് സർവയത്നേന മഹതാ വധേ തസ്യ ധൃതോഭവത്. ചിന്താമഗ്നനായിരിക്കുകയായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ ആ ചിന്തയെല്ലാം തീങ്ങി, ശോകമെല്ലാം അവസാനിച്ചു. അദ്ദേഹം രാവണം പ്രേക്ഷ്യ, രാവണനെ കണ്ടപ്പോൾ എന്താ ഉണ്ടായത്? ഹൃഷ്ടാത്മാ, വളരെയധികം സന്തോഷമായി. ദാ വന്നിരിക്കുന്നു ആ ദുഷ്ടൻ എൻ്റെ മുമ്പിൽ, അവനെ ഇപ്പോൾ വധിക്കാം. യുദ്ധായ സമുപാഗമത്, യുദ്ധം ചെയ്യാനായിട്ട് മുമ്പിൽ വന്നിരിക്കുന്ന രാവണനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി. യുദ്ധം ചെയ്യാനുള്ള വീര്യം അത്രയും ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. സർവയത്നേന മഹതാ വധേ തസ്യ ധൃതോഭവത്. എല്ലാ പ്രകാരത്തിലുള്ള പരിശ്രമങ്ങളാലും എന്തെല്ലാം ചെയ്യേണ്ടി വരുമോ അതെല്ലാം ചെയ്തുകൊണ്ട് മഹതാ വധേ, മഹതാ സർവയത്നേന, വളരെ വലിയ യത്നങ്ങളെ ചെയ്തുകൊണ്ട്, പരിശ്രമങ്ങളെ ചെയ്തുകൊണ്ട്, തസ്യ വധേ, അവന്റെ വധത്തിൽ ധൃതോഭവത്, മനസ്സിനെ ഉറപ്പിച്ചു. അതായത് അവനെ വധിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പ് വന്നു. ഇനി അവനെ വധിച്ചിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. അവന്റെ വധം അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. രാവണം പ്രേക്ഷ്യ ഹൃഷ്ടാത്മാ യുദ്ധായ സമുപാഗമത് സർവയത്നേന മഹതാ വധേ തസ്യ ധൃതോഭവത്. അതുപോലെ തന്നെ നമ്മളും ഇത് ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനെയെല്ലാമാണോ മറികടക്കേണ്ടത് അത് കടക്കാനുള്ള ധൈര്യം നമുക്ക് കിട്ടും, ഉറപ്പ് നമുക്ക് കിട്ടും. അപ്പൊ അത് ജയിക്കാൻ നമുക്ക് സാധിക്കും. അഥ രവിരവദൻ നിരീക്ഷ്യ രാമം മുദിതമനാ പരമം പ്രഹൃഷ്യമാന നിശിചരപതി സംശയം വിദിത്വാ സുരഗണമധ്യഗതോ വചസ്ത്വരേതി. അഥ, ആ സമയത്ത് അദ്ദേഹം ജപിച്ചൊക്കെ കഴിഞ്ഞ് ധനുസ്സൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് രവിഹി, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ആദിത്യ ഭഗവാൻ, അവതൻ പറഞ്ഞു, നിരീക്ഷ്യ രാമം, രാമനെ നിരീക്ഷിച്ചിട്ട്, രാമനെ നോക്കി. അപ്പൊ അവിടെ ആവിർഭവിച്ചു അദ്ദേഹം രാമനെ നോക്കി. അഥവാ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ സൂര്യൻ അവിടെ നിന്ന് രാമനെ നോക്കി. അവതൻ പറഞ്ഞു, മുദിത മന, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. പരമം പ്രഹൃഷ്യമാന, വളരെയധികം ഹർഷം അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം രാമൻ ജപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഓർത്തുവല്ലോ എന്ന് ഓർത്തപ്പോൾ ഉള്ള സന്തോഷമാണ് ഭക്തനിലുള്ള. കാരണം രക്ത എന്ന് വിളിച്ചു, വളരെയധികം സ്നേഹമുള്ളവനാണ്. അപ്പൊ ഭക്തരോട് സ്നേഹമുള്ളത് കൊണ്ട് സന്തോഷമായി. നിശിചരപതി സംശയം വിദിത്വ, അത് മാത്രമല്ല സന്തോഷത്തിന് കാരണം, നിശിചരപതി സംശയം വിദിത്വ, രാവണന്റെ, നിശിചരപതി എന്നാൽ രാവണന്റെ വധത്തെ, രാവണന്റെ നാശത്തെ മനസ്സിലാക്കി. രാമൻ ഇനി രാവണനെ വധിക്കും, അത് ഉറപ്പാണെന്ന് ആദിത്യൻ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയത് കൂടി അദ്ദേഹത്തിന് സന്തോഷമായി. ഇപ്പൊ രാമൻ തന്നെ സ്തുതിച്ചു, അതുകൊണ്ട് സന്തോഷം. രാവണൻ ഇനി വധിക്കപ്പെടും എന്നോർത്തത് കൊണ്ടും സന്തോഷം. അങ്ങനെ സുരഗണ മധ്യഗതോ വചസ്ത്വരേതി, സുരഗണങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന അദ്ദേഹം വചഹ അവതൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ത്വര ഇതി, വളരെ പെട്ടെന്ന്. ത്വര എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എന്നാണ് അർത്ഥം. അപ്പൊ വളരെ വേഗത്തിൽ യുദ്ധം ചെയ്യുക, ഇനി കാലവിളംബം വേണ്ട, ഇനി സമയം കളയേണ്ട, പോയി യുദ്ധം ചെയ്യുക എന്ന ആജ്ഞാപനം, അനുവാദം, അനുഗ്രഹം അദ്ദേഹം കൊടുത്തു. ഇതാണ് ഇവിടെ പറയുന്നത്. അഥ രവിരവദൻ നിരീക്ഷ്യ രാമം മുദിതമനാ പരമം പ്രഹൃഷ്യമാനഃ നിശിചരപതി സംശയം വിദിത്വാ സുരഗണ മധ്യഗതോ വചസ്ത്വരേതി. അപ്പൊ സുരഗണ മധ്യത്തിലാണ് വന്നതെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം ആവിർഭവിച്ചു, രൂപത്തോടുകൂടി ആവിർഭവിച്ച് സുരഗണങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് അദ്ദേഹം രാമനെ നോക്കി. ഇപ്പൊ രാമനും അദ്ദേഹത്തെ കണ്ടു. വളരെ സന്തോഷത്തോടുകൂടി രാവണൻ വധിക്കപ്പെടുമെന്നുള്ള ബോധത്തോടെ അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു പറഞ്ഞു, ത്വര, വേഗത്തിലാവട്ടെ, അല്ലയോ രാഘവ, രാവണനെ വധിക്കുക. ഇതായിരുന്നു അവസാനത്തെ ശ്ലോകം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിൻ്റെ ദുഷ്ചിന്തകൾ, ദുഷ്പ്രവർത്തികൾ നമ്മളെ പലപ്പോഴും പല വഴിക്കും കൊണ്ടുപോകും. സത്പ്രവൃത്തി ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ സങ്കല്പമുണ്ടെങ്കിൽ മറ്റു വികല്പങ്ങൾ വന്ന് അത് ചെയ്യണ്ട എന്ന വിധവുമാക്കും. അപ്പോൾ നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കി ആ ശത്രുവിനെ ജയിക്കാനും നമുക്കിത് ഉപയോഗിക്കാം. അതുകൊണ്ട് ശത്രുനാശകമാണെന്ന് പറയാം. നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ നമുക്ക് കീഴ്പ്പെടുത്താം, മനസ്സിനെ നമുക്ക് കീഴ്പ്പെടുത്താം, നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകളെ നമുക്ക് കീഴ്പ്പെടുത്താം. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന പല ശക്തികളും ഉണ്ടാവാം. ആ ശക്തികളെയും നമുക്ക് കീഴ്പ്പെടുത്താം, അവരെയും നമുക്ക് ജയിക്കാം ഈ ഒരു സ്തോത്രത്തിൻ്റെ, മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട്. കാരണം മന്ത്രം തന്നെയാണ് ഈ സ്തോത്രം, അത്രയും ശക്തിയുള്ളതാണ്. ഇത് ഉപദേശിച്ചിട്ടുള്ളത് മഹാത്മാവായ അഗസ്ത്യരാണ്.
അദ്ദേഹത്തിൻ്റെ അത്രയും അറിവുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പം അദ്ദേഹം ഉപദേശിക്കണമെങ്കിൽ അത് അത്രയും ശ്രേഷ്ഠമായിരിക്കും. അദ്ദേഹം ഉപദേശിച്ചത് ഒരു സാധാരണക്കാരനോടല്ല, ഭഗവാന്റെ അവതാരം തന്നെയായ മഹായോദ്ധാവായ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോടാണ്. അപ്പോൾ അത്രയും ശ്രോതാവും വക്താവും അത്രയും ശ്രേഷ്ഠനായതുകൊണ്ട് ഇതിലെ വിഷയവും അത്രയും ശ്രേഷ്ഠം തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെയും നമ്മുടെ പുറത്തുള്ള ശത്രുക്കളെയും യുദ്ധത്തിൽ ജയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പ്രാപ്തരാകട്ടെ, അതിനുള്ള അനുഗ്രഹം ആ ഭഗവാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആദിത്യ ഹൃദയ മന്ത്രത്തിൻ്റെ ധ്യാനം, ഇതിൻ്റെ ഈ എളിയ വ്യാഖ്യാനം ആ സർവാന്തര്യാമിയായിരിക്കുന്ന ആദിത്യ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.